നമുക്ക് ധന്യനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം ഈ പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ മതി. വളരെ നന്ദി. പരീക്ഷകൻ നിങ്ങളെ ഇതു നിമിത്തം എനിക്കൊട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ടു. ഇനി എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കണേ. ഒറ്റ വായനയിൽ മാനസികമായി നമുക്കല്പം പൊരുത്തപ്പെടാൻ പ്രയാസമുള്ള ഒരു വാക്യമാണ് വായിച്ചു കേട്ടത്. എന്താണ് പൗലോസ് ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ തെസ്സലോനിക്ക സഭയ്ക്ക് വാചകങ്ങൾ എഴുതേണ്ടി വന്നു? ആ വാക്യം നാം അറിയണമെങ്കിൽ തെസ്സലോനിക്ക സഭയെ സംബന്ധിച്ച് ഒരു ലളിതമായ ചരിത്ര പഠനം നമുക്ക് ആവശ്യമാണ്. ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വരാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ വായിക്കണ്ടേ? ശ്രദ്ധിച്ച് കേട്ടാൽ മതി. 1-ാം ലോക സാമ്രാജ്യമായ ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ സാമ്രാട്ടായിരുന്ന ബേൽശസ്സറിന്റെ 3-ാമത്തെ ആണ്ടിൽ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ ഒരു ദർശനം കാണുകയാണ്. 2 കൊമ്പുള്ള ഒരാട്ടുകൊറ്റൻ, അത് പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടുമൊക്കെ ഇങ്ങനെ ഇടിക്കുകയാണ്. അഹങ്കാരിയായ ആട്ടുകൊറ്റന്റെ ചിന്ത, എനിക്കെതിരെ നിൽക്കാൻ ആർക്കും സാധ്യമല്ല. അതതിൻ്റെ അഹങ്കാരത്തിൻ്റെ പാരമ്യത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പടിഞ്ഞാറ് നിന്ന് ഒരു കോലാട്ടുകൊറ്റൻ പാഞ്ഞു വരികയാണ്. ആ കോലാട്ടുകൊറ്റൻ്റെ പ്രത്യേകത, അതിൻ്റെ 2 കണ്ണുകൾക്കിടയിൽ ഒരു കൊമ്പാണ് ഉള്ളത്. ആ ഒരു കൊമ്പൻ കോലാട്ടുകൊറ്റൻ 2 കൊമ്പുള്ള ആട്ടുകൊറ്റനുമായി യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തി. അതതിൻ്റെ വിജയത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കൊമ്പ് മുറിഞ്ഞു പോയി. തൽസ്ഥാനത്ത് 4 കൊമ്പ് മുളച്ചു വരികയാണ്. എന്താണ് ദാനിയേൽ അവിടെ കാണുന്ന ദർശനത്തിൻ്റെ അർത്ഥം? 2 കൊമ്പുള്ള, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ചരിത്രം ഒന്ന് മനസ്സിലാക്കാൻ ഓടിച്ചു പറയുകയാണ്. അവിടെ കാണുന്ന 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ കാണിക്കുന്നത് മേത്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെയാണ്. ലോകത്തെ 200 കൊല്ലത്തോളം അടക്കി ഭരിച്ച ആ സാമ്രാജ്യം കാലാകാലങ്ങളിൽ വന്ന സാമ്രാട്ടുകൾ വിചാരിച്ചു, ചരിത്രമുള്ളിടത്തോളം എക്കാലവും ഞങ്ങൾ തന്നെ അജയ ശക്തികളായി ഇവിടെ കാണും, ഞങ്ങളെ പരാജയപ്പെടുത്താൻ ആരെക്കൊണ്ടും പറ്റില്ല. അതങ്ങനെ അഹങ്കാരത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മാസിഡോണ്യ രാജാവായ ഫിലിപ്പ് രാജാവിൻ്റെ സീമന്തപുത്രനായ മഹാനായ അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് സാമ്രാജ്യം ഉയർന്നു പൊങ്ങി വന്നത്. ആ ഗ്രീക്ക് സാമ്രാജ്യത്തെയാണ് കോലാട്ടുകൊറ്റനായി കാണിക്കുന്നത്. അതിൻ്റെ 2 കണ്ണുകൾക്കിടയിലുള്ള ഒരു കൊമ്പ് കാണിക്കുന്നത് മഹാനായ അലക്സാണ്ടറെയാണ്. അലക്സാണ്ടർ മേത്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. ഗ്രീക്ക് സാമ്രാജ്യം ചരിത്രത്തിൽ നിലവിൽ വന്ന് അധികം താമസിയാതെ തന്നെ അകാലത്തിൽ അലക്സാണ്ടർ മരിച്ചു. അലക്സാണ്ടറുടെ മരണത്തെയാണ് 2 കണ്ണുകൾക്കിടയിലുള്ള ഒരു കൊമ്പ് മുറിഞ്ഞു പോകുന്നത് കാണിക്കുന്നത്. തൽസ്ഥാനത്ത് 4 കൊമ്പ് മുളച്ചു വരുന്നു. അലക്സാണ്ടറുടെ മരണശേഷം ഗ്രീക്ക് സാമ്രാജ്യത്തെ ഭരിക്കാൻ തനിക്കൊരു അനന്തരാവകാശി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗ്രീക്ക് സാമ്രാജ്യം തൻ്റെ 4 സൈന്യാധിപന്മാർക്കായി വിഭജിച്ചു കൊടുക്കുന്നു. ഏഷ്യ മൈനർ ലെസിമക്കസിന്, മാസിഡോണിയ കസാണ്ടർക്ക്, ഈജിപ്റ്റ് ടോളമികൾക്ക്, സിറിയ സെലൂക്കസിനായി വിഭജിച്ചു കൊടുക്കുകയാണ്. അടുത്തത് പറയുന്നതിന് മുമ്പ് ഒരു ദൂത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴാണ് ദൈവം ദാനിയേലിന് ഈ ദർശനം കൊടുക്കുന്നത്? 1-ാം ലോക സാമ്രാജ്യമായ ബാബിലോണ്യ സാമ്രാജ്യം നിലവിലിരിക്കെ അതിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായ ബേൽശസ്സറിന്റെ 3-ാമത്തെ ആണ്ടിൽ നാളുകളുടെ നീളകളിൽ നിലവിൽ വരാൻ പോകുന്ന സാമ്രാജ്യങ്ങളെയും അവയുടെ സാമ്രാട്ടുകളെയും ഭാവിയെയും എൻ്റെ ദൈവം കാലെ കൂട്ടി തൻ്റെ ദാസനായ ദാനിയേലിന് വെളിപ്പെടുത്തുകയും ദാനിയേലിന് വെളിപ്പെട്ടതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയാം, ആകസ്മികമായി യാദൃച്ഛികമായി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിൻ്റെയൊക്കെ പിറകിൽ ചലിക്കുന്ന
അദൃശ്യ കരമുണ്ട്. അത് നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ കരമാണെന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് ആവേശത്തോടെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. പണം കൊണ്ടും അധികാര ദുർവിനിയോഗം കൊണ്ടും സ്വാധീനം കൊണ്ടും എക്കാലവും ഞങ്ങൾ നിലനിൽക്കുമെന്നും ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ, ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ, ഞങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കുമെന്നും ആരും ചിന്തിക്കേണ്ട. അതൊക്കെ മിഥ്യാധാരണകളാണ്. ചരിത്രത്തിൽ സാമ്രാജ്യങ്ങൾ, സാമ്രാട്ടുക്കൾ അങ്ങനെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്, അവരങ്ങനെ വ്യാമോഹിച്ചിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിൽ ഇടപെടുന്നൊരു ദൈവമുണ്ടെന്ന് ദൈവം ഇന്നു വരെ തെളിയിച്ചിട്ടുണ്ട്. ഇന്നും അത് തെളിയിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അതരം തുറന്ന ദൈവമക്കൾ ഒരുമിച്ച് പറ, മനുഷ്യന്റെ രാജ്യത്വത്തിന്മേൽ വാഴുന്ന സർവശക്തനായ ഒരു ദൈവം ഉണ്ട് നിശ്ചയം. അതരം തുറന്ന് വിശ്വാസത്തോടെ ആമേൻ പറയാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, അതല്ല എൻ്റെ വിഷയം. ഈ സാമ്രാജ്യം 4 വിഭജിക്കുമ്പോൾ മാസിഡോണിയയുടെ ഭരണാധികാരിയായ കസാൻഡർ, അലക്സാണ്ടർക്കൊരു പെങ്ങളുണ്ടായിരുന്നു. അവളുടെ പേരാണ് തെസ്സലോനിക്ക. ആ തെസ്സലോനിക്കയെ കസാൻഡർ വിവാഹം കഴിച്ചു. എന്നിട്ട് തൻ്റെ ഭാര്യയും അലക്സാണ്ടറുടെ പെങ്ങളുമായ തെസ്സലോനിക്കയുടെ പേര് എന്നേക്ക് സ്മരിക്കപ്പെടേണ്ടുന്നതിന് അദ്ദേഹം മാസിഡോണിയയിൽ ഒരു പട്ടണം പണിതു. അതിന് തെസ്സലോനിക്ക എന്ന പേര് കൊടുത്തു. അങ്ങനെയാണ് തെസ്സലോനിക്ക പട്ടണത്തിൻ്റെ ആരംഭം. ചരിത്രകാരന്മാർ ആ പട്ടണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടെയുള്ള ജനബാഹുല്യത്തെക്കാൾ അധികമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളുടെ എണ്ണം. അന്യദേവീ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ കൊണ്ടും വിഗ്രഹങ്ങൾ കൊണ്ടും അന്യാരാധനകൾ കൊണ്ടും നിറയപ്പെട്ടിരുന്ന പിശാചിൻ്റെ ഈട്ടില്ലമായിരുന്നു തെസ്സലോനിക്ക പട്ടണം. ഞാൻ നിങ്ങൾക്കതൊന്ന് തെളിയിച്ചു തരാമേ. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം. നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. എല്ലാവരും ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. എല്ലാവരും ഒന്ന് സ്വതന്ത്രം പറഞ്ഞ് എന്നോട് വരണേ. ചുറ്റുപാടുമുള്ള സമീപ സ്ഥലങ്ങളിലൊക്കെയുള്ള സമൂഹം കേട്ടിട്ട് ആശ്ചര്യപരതന്ത്രരായി ചോദിക്കുന്നു, തെസ്സലോനിക്കയിൽ ഒരു സഭ സ്ഥാപിതമായെന്നോ? അവിടെ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആരാധിക്കാൻ ഒരു സമൂഹം ഇറങ്ങിത്തിരിച്ചെന്നോ? അതെങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുത പരതന്ത്രരായി അവർ പറയുകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു കാരണവശാലും മാനുഷികമായി വിടുവിക്കപ്പെടാൻ സാധ്യതയില്ലാത്തൊരു പട്ടണമായിരുന്നു തെസ്സലോനിക്ക പട്ടണം. കാരണം അത്ര ഭയാനകമായിരുന്നു അവരെ സ്വാധീനിച്ചിരുന്ന മതത്തിൻ്റെ സ്വാധീനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹാരാധനകൾ, അവരുടെ ആ വിശ്വാസങ്ങൾ, മത ആചാരങ്ങൾ. എന്നാൽ ധന്യനായ പൗലോസിലൂടെ സുവിശേഷവും സുവിശേഷത്തിലൂടെ ദൈവശക്തിയും വ്യാപരിച്ചപ്പോൾ ആ പട്ടണത്തെ അടക്കി ഭരിച്ച പൈശാചിക മണ്ഡലങ്ങളെ തകർത്തെറിഞ്ഞ് വിഗ്രഹാരാധനയുടെ സ്വാധീന ശക്തികളെ കശക്കിയെറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും യേശുവിനെ ആരാധിക്കുന്ന ഒരു സമൂഹം അവിടെ വേർപെട്ടു വന്നെങ്കിൽ ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ പകൽ
ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ദേശങ്ങളിൽ കുടിയിരിക്കുന്ന പൈശാചിക ശക്തികൾ, ദുർസേവാ ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, പൈശാചിക വ്യാപാരങ്ങൾ എത്ര പ്രബലമെങ്കിലും സുവിശേഷത്തിന്റെ ശക്തിയുടെ മുമ്പിൽ, പരിശുദ്ധാത്മ വ്യാപാരത്തിന്റെ മുമ്പിൽ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പ്രാപ്തമല്ലെങ്കിൽ, ഇന്ന് പകൽ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്ത് വിളിച്ചു പറ, പൈശാചിക മണ്ഡലങ്ങളെ തകർത്തെറിഞ്ഞ് ആഭിചാര ശക്തികളെ നിർവീര്യമാക്കി ദേശാധിപതി ശക്തികളെ ആമേൻ തകർത്തുകൊണ്ട് ഒരു വലിയ സമൂഹത്തെ ഞങ്ങളുടെ പട്ടണത്തിൽ വേർതിരിക്കാൻ വിശ്വസ്തനായ ഒരു ദൈവം ഇന്ന് പകൽ ഉയരത്തിലുണ്ടെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘനാളുകൾ പട്ടണങ്ങളുടെ വിടുതലിനായി പ്രാർത്ഥിച്ചിട്ട്, ദേശങ്ങളുടെ വിടുതലിനായി പ്രാർത്ഥിച്ചിട്ട്, പ്രിയപ്പെട്ടവരുടെ ആത്മരക്ഷയ്ക്കായി പ്രാർത്ഥിച്ചിട്ട്, നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്തൊന്നും ഒരു റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തളരരുത്, പ്രാർത്ഥന നിർത്തരുത്, മനസ്സും മടുക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, തളർന്നു പോകാതെ ഇരുന്നാൽ തക്ക സമയത്ത് കൊയ്യും. തളർന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും ഇന്നു പകൽ നിവർത്തിച്ചു കൊള്ളുക. നിരാശയുടെ കടുങ്കെട്ടുകളെ ഇന്ന് രാത്രി, ഇന്ന് പകൽ പൊട്ടിച്ചുകൊള്ളുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം, പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് എന്ന വണ്ണം, ഉപവാസത്തിൻ്റെ ദൈവിക ഇടപെടൽ എന്നതിൻ്റെ റിസൾട്ട് എന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില പ്രാർത്ഥനയുടെ മറുപടികളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, നമ്മുടെ കൈ കൊണ്ട് തൊടത്തക്ക നിലയിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ വചനത്തിലൂടെ ചിലർക്ക് ഉറപ്പ് കൈമാറുന്നു. വിശ്വാസത്താൽ അതിന് ആമേൻ പറയാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന 2-3 ദൂതുകൾ ഞാൻ ഇവിടെ പറയുകയാണ്. നമ്മുടെ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നമ്മുടെ കണ്ണ് കാണും. നമ്മുടെ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നമ്മുടെ കൈ തൊടും. ഈ ശൗല് വാഹന മൃഗത്തിന്റെ പുറത്ത് യെരൂശലേമിൽ നിന്ന് ദമസ്കോസിനെ ലക്ഷ്യമാക്കി പോകുകയാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ നട്ടുച്ചയ്ക്ക് ആകാശത്ത് കത്തിപ്പടരുന്ന സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്ത് വന്നടിച്ചു. വാഹന മൃഗത്തിന്റെ പുറത്തു നിന്ന് താഴെ വീണു. കൂടെ ഉണ്ടായിരുന്നവരെ കൈപിടിച്ച് ഒരു വീട്ടിൽ കൊണ്ടാക്കി. ആ സമയത്ത് ദമസ്കോസിൽ ഒരു ക്രിസ്തു ശിഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അനന്യാസ് എന്നാണ്. അനന്യാസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അളവിൽ കർത്താവ് പറഞ്ഞു, അനന്യാസേ, നീ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ വരെയൊന്ന് പോകണം. അവിടെ ശൗൽ എന്ന് പേരുള്ള ഒരുവൻ 3 ദിവസമായി വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ചെന്ന് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ സൗഖ്യമാകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനെങ്ങാനും ആണെങ്കിൽ തുള്ളിച്ചാടി സ്തോത്രം പറഞ്ഞ് അവിടെ ചെന്നേനെ, ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ്. കാരണം ഞാൻ ചെന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ സൗഖ്യമാകുക എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് അല്ലേ? പക്ഷേ അനന്യാസ് തിരിച്ച് കർത്താവിനോട് പറഞ്ഞൊരു പദം നിങ്ങൾ കണ്ടോ? കർത്താവേ, ഞങ്ങളെ പിടിച്ചു കെട്ടാനുള്ള മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും അവൻ്റെ പക്കലുണ്ട്. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. ഇവൻ എങ്ങനെ അറിഞ്ഞ് വരുന്നില്ലല്ലേ എന്നോട്? മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും ശൗലിൻ്റെ കയ്യിലുണ്ടെന്ന് അനന്യാസ് എങ്ങനെ അറിഞ്ഞു? കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞില്ല. പ്രാർത്ഥനയിലൊട്ട് വെളിപ്പെട്ടതുമല്ല. പോകാൻ മടിച്ചിട്ടാ പറയുന്നേ. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും കർത്താവ് പറയുന്നുണ്ട്, നീ പോക എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്നറിയാവോ? ശൗല് രഹസ്യമായിട്ടല്ല വരുന്നത്, പരസ്യമായിട്ടാണ് വരുന്നത്.
ഭീഷണി മുഴക്കിയാ വരുന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എൻ്റെ പദ്ധതി ഞാൻ നടപ്പിലാക്കും, അതിനുള്ള അധികാരത്തിൻ്റെ പിൻബലം എനിക്കുണ്ട്. അങ്ങനെ പരസ്യമായി വെല്ലുവിളിച്ച് തന്നെയാണ് ശൗല് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെമസ്കോസിലുള്ള ദൈവമക്കൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ലേ? ദൈവമേ, ഒരു വലിയ പ്രതിസന്ധി ഞങ്ങൾക്കെതിരെ ഉരുണ്ടു കൂടുകയാണ്. ഈ പ്രതിസന്ധിയിൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങളുടെ മുമ്പിൽ രക്ഷപ്പെടാൻ മാനുഷികമായി ഒരു പഴുതും കാണുന്നില്ല. എന്നാൽ യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ലെന്ന് ഹൃദയം തകർന്ന് കണ്ണു നനഞ്ഞ് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം അനന്യാസിനോട് നേർവീതി എന്ന സ്ഥലത്ത് നീ യൂദായുടെ വീട്ടിൽ ചെന്ന് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആശയണ്ട. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ ഞാൻ കുരുക്കിയിട്ടിട്ടുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് പോയി നീ അത് കണ്ടോളാനാണ്, നിന്റെ കൈ കൊണ്ടുപോയി നീ അത് തൊട്ടോളാനാണെങ്കിൽ, ഇന്ന് മകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവമുഖം അന്വേഷിക്കുന്ന ചില ദൈവമക്കളോട് ആത്മാവിന്റെ നിയോഗത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു: നിങ്ങളുടെ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, നിങ്ങളുടെ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നിങ്ങളുടെ കൈ കൊണ്ട് തൊടത്തക്ക നിലയിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ഭോഷ്കില്ലാത്ത ദൈവം തന്റെ വചനത്തിന്റെ ആലോചന കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്ന ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷം അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് അതിശക്തമായി എനിക്കൊരു നിയോഗം തരുന്നു. ചിലരുടെ പ്രാർത്ഥനയുടെ മറുപടികൾ, ഗ്ലോറി, നിങ്ങളുടെ കൈയെത്താവുന്ന ദൂരത്താണ്. നിങ്ങളുടെ കൈ കൊണ്ട് ചില പ്രാർത്ഥനയുടെ മറുപടികളെ തൊടത്തക്ക നിലയിൽ, നിങ്ങളുടെ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. എഴുതി വെച്ചോ ഞാൻ ഈ പറയുന്ന ദൂത്. നമുക്കിന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ അസാധാരണ പ്രാർത്ഥനയുടെ മറുപടികളെ തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ദൈവാത്മാവിടെ നിയോഗം തരുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ശൗല് അനന്യാസ് ചെന്ന് അവൻ്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ വീണു. അവന് കാഴ്ച കിട്ടി. സ്നാനപ്പെട്ടു. 2-3 ദിവസം മാത്രമേ ഡെമസ്കോസിൽ പാർത്തുള്ളൂ. നേരെ അറേബ്യൻ മരുഭൂമിയിൽ പോയി അവിടെ കർത്താവുമായുള്ള സജീവമായ സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിൽ സമയം ചെലവഴിച്ചു. വീണ്ടും ഡെമസ്കോസിലെത്തി കർത്താവിനെ പ്രസംഗിച്ചു. ഡെമസ്കോസ് പട്ടണത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി നേടത്തക്ക നിലയിൽ അസാധാരണമായ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ശത്രുക്കൾ വർദ്ധിച്ചു. സ്വാതന്ത്ര്യത്തോടെ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ വലിയ പ്രശ്നമാണെന്നറിയാവുന്ന അവിടുത്തെ സുവിശേഷ വിരോധികൾ അരേദ രാജാവിനെ സ്വാധീനിച്ച് ശൗലിനെ കൊല്ലാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പക്ഷെ അവിടെയുള്ള ദൈവമക്കൾ വളരെ വിവേകമുള്ളവരായിരുന്നു. അവരൊരു കൊട്ടയ്ക്കകത്ത് ശൗലിനെ ഒതുക്കി. എല്ലാവരും എന്നോടൊന്ന് സ്തോത്രം ചെയ്ത് വരണേ. ഒരു കാര്യം ഒന്ന് പറയാനാ. എന്നിട്ട് കയറ് കെട്ടി മതിൽ വഴി ഇറക്കി വിട്ടു. 3 വർഷം മുമ്പുണ്ടല്ലോ, വാഹന മൃഗത്തിൻ്റെ പുറത്ത് നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി പോയവനാ. തിരിച്ച് 3 വർഷം കഴിഞ്ഞ് യെരൂശലേമിലേക്ക് അവിടെ നിന്ന് മടങ്ങി വന്നത് കൊട്ടയ്ക്കകത്ത് ഒതുക്കപ്പെട്ടവനായിട്ടാണ്. ഞാൻ പറയാം, ദൈവത്തിന് ഒതുക്കാൻ കഴിയാത്തവരാരുമില്ല കേട്ടോ. നമ്മുടെ ശാസനയ്ക്ക് കഴിയാത്തത്, നമ്മുടെ ശിക്ഷണത്തിന് കഴിയാത്തത്, മാനുഷികമായ നമ്മുടെ പദ്ധതികൾക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലര് ദൈവത്താൽ ഒതുങ്ങപ്പെടുന്നത് നിന്റെ ശാസന കൊണ്ടും നിന്റെ ശിക്ഷണ നടപടി കൊണ്ടും നടക്കാതിരുന്നത് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ഇതെങ്ങനെ ഇവരിങ്ങനെയായെന്ന് അത്ഭുതത്തോടെ ചോദിക്കത്തക്ക നിലയിൽ ചിലതിൽ അസാധാരണ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പു തരുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് ഇന്ന് പകൽ നിയോഗമുണ്ട്? കോട്ടയ്ക്കകത്ത് ഒതുങ്ങി യെരൂശലേമിലേക്ക് വന്നേ.
3 വർഷം മുമ്പ് ചെന്നായെ പോലെ പോയവൻ തിരിച്ചു വന്നത് കുഞ്ഞാടിനെ പോലാണ്. അങ്ങനെ കുഞ്ഞാടിനെ പോലെ മടങ്ങി വരുമ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു ഭാഗമുണ്ട്. യെരുശലേമിൽ ശൗൽ പ്രതീക്ഷിച്ചൊരു സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയില്ല. ഞാൻ ഇതിനോടൊരു ദൂത് ഒന്ന് പറയാനാ ഞാൻ ആത്മാവ് നിയോഗി. ശൗൽ യെരുശലേമിൽ തിരിച്ചു വന്നപ്പോൾ അവനെ ആരും കൂട്ടത്തിൽ കൂട്ടിയില്ല. ഒരാമനൊന്ന് പറഞ്ഞേ. അവസാനം ബർന്നബാസ് ആണ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുപോയത്. അതാ പത്രോസും യേശുവിൻ്റെ സഹോദരനായ യാക്കോബും അവരോടൊരുമിച്ചാണ് 15 ദിവസം പൗലോസ് സമയം ചിലവഴിച്ചത്. ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഇന്നാണെങ്കിൽ അത്യാവശ്യം സാക്ഷ്യത്തിനെങ്കിലും ഒരു അവസരം കൊടുക്കുകയല്ലേ അല്ലേ? അന്ന് സുവിശേഷ പ്രഭാഷണ വേദിയിൽ കത്തി നിൽക്കുന്ന ആള് പത്രോസാ അല്ലേ? ശീമോൻ പത്രോസാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ നിഴല് തട്ടിയാണ് രോഗികൾ സൗഖ്യമാകുന്നത്. അന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്താൽ. ഇന്നാണെങ്കിൽ സുവിശേഷ യോഗത്തിന് നോട്ടീസ് അടിച്ചിട്ട് സുവിശേഷ യോഗവും സംഗീത പ്രഭാഷകൻ ശീമോൻ പത്രോസ് അല്ലേ? ബ്രാക്കറ്റിലെങ്കിലും കൊടുക്കുകയല്ലേ? ശൗലിന്റെ സാക്ഷ്യവും ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ സാക്ഷ്യം പറയാൻ പോലും ഒരവസരം ശൗലിന് കൊടുത്തില്ല. ഞാൻ ആ ഭാഗം ഒന്നും വിശദീകരിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം തൊട്ട് പറയാം. ദൈവം അറിയാതെ ഒരു ഒറ്റപ്പെടുത്തപ്പെടലുമില്ല. ദൈവം അറിയാതൊന്നും സംഭവിക്കുകയില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒറ്റപ്പെടുത്തപ്പെടലുകളിലും പൊട്ടിത്തെറിക്കരുത്. അതിലും തിന്മയ്ക്കല്ല, ദൈവത്തിന് നന്മയ്ക്കൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയാനും ഹൃദയം തുറന്ന് സ്തോത്രം പറയാനും കൃപ ലഭിച്ച ദൈവമക്കൾ തയ്യാറാകണം. അതൊരു മറ്റൊരു പഠന വിഷയമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എൻ്റെ ചോദ്യം, അതെന്താ ഇവരാരും കൂട്ടത്തിൽ കൂട്ടാഞ്ഞ്? ഇവനൊരു വേദി കൊടുത്താൽ പിന്നെ ഇനി ഞങ്ങൾക്ക് വേദി കിട്ടാൻ യാതൊരു സാധ്യതയും. അങ്ങനാണോ? അതുകൊണ്ടാണോ അസൂയ മൂത്തിട്ടാണോ ഒഴിവാക്കിയത്? അല്ല. അവനൊരു ശിഷ്യനെന്ന് പറയുന്നത് അവര് വിശ്വസിച്ചില്ലെന്നാ. എന്താ വിശ്വസിക്കാതിരിക്കാൻ കാരണം? ശൗൽ എത്ര ക്രൂരനായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം നടത്തുന്നൊരു പ്രയോഗം ശ്രദ്ധിച്ചാൽ മതി. ക്രിസ്ത്യാനിഗാമികളെ അദ്ദേഹം പീഡിപ്പിച്ച രംഗം സാക്ഷ്യമായി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: സ്ത്രീകളെയും കുട്ടികളെയും ഞാൻ ഉപദ്രവിച്ചു. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അന്ന് പുരാതന കാലത്ത് ക്രൂരന്മാരായ കിരാതന്മാരായ പ്രാകൃതന്മാരായ ഭരണാധികാരികൾ യുദ്ധം നടത്തുമ്പോൾ പോലും ഒരു യുദ്ധനീതി ഉണ്ടായിരുന്നു. എന്താ? ശത്രു രാജ്യത്തെ കീഴടക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കാൻ പാടില്ല. ഒരു സ്തോത്രം പറഞ്ഞോട് വന്നേ. കാരണം പ്രാകൃതന്മാരായ ക്രൂരന്മാരായ ഭരണാധികാരികൾ നയിച്ച യുദ്ധങ്ങളിൽ പോലും അങ്ങനൊരു സാമാന്യ യുദ്ധനീതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ആ യുദ്ധങ്ങളിൽ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഊന്നി പറയുന്നത് എന്താ? ഇത്ര സ്ത്രീകൾ അല്ലേ, ഇത്ര കുഞ്ഞുങ്ങൾ. ഐക്യരാഷ്ട്രസഭ അപലപിക്കുന്നത് എന്താ? ലോകരാഷ്ട്രങ്ങൾ അപലപിക്കുന്നതിൻ്റെ കാര്യം സ്ത്രീകളെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക. അത് പ്രാകൃതന്മാരായ ക്രൂരന്മാരായ ഭരണാധികാരികൾ പോലും നടപ്പിലാക്കിയിരുന്നില്ല. എല്ലാവരും എന്നോട് വരുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെയാണെങ്കിൽ ശൗൽ ഞാൻ സ്ത്രീകളെയും കുട്ടികളെയും പോലും ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ കിരാതന്മാരായ ക്രൂരന്മാരായ പ്രാകൃതന്മാരായ രാജാക്കന്മാരെക്കാൾ ഈ മാർഗത്തോട് ക്രൂരത കാട്ടിക്കൂട്ടിയവനാണ് താൻ എന്നാണ് പൗലോസ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും എന്നോട് വരുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവരാരും ശൗലിനെ കൂട്ടത്തിൽ കൂട്ടാഞ്ഞതിൻ്റെ കാര്യം എന്നറിയാവോ? ഇവനെപ്പോലൊരു ക്രൂരൻ, എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഇവനെപ്പോലൊരു ഭീകരൻ, രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നത് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതെ, ചിലരെയൊക്കെ ദൈവം തൊടുമ്പോഴുണ്ടല്ലോ, ചിലതൊക്കെ ദൈവം ചെയ്യുമ്പോഴുണ്ടല്ലോ, ചില ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോഴുണ്ടല്ലോ, നമുക്കങ്ങോട്ട് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ ഉറപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തിക്ക് പരിധി വെക്കണ്ട, പ്രാർത്ഥനയുടെ മറുപടിക്ക് പരിമിതി വെക്കണ്ട. പരിമിതികൾക്കപ്പുറത്ത്, ചിന്തകൾക്കപ്പുറത്ത്, സങ്കല്പങ്ങൾക്കപ്പുറത്ത്
ധാരണകൾക്കപ്പുറത്ത് അസാധാരണ ദൈവപ്രവൃത്തി പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പോഷ്ടില്ലാത്ത ദൈവം തന്റെ വചനത്തിന്റെ ദൂത് ഇതിനകത്ത് കൈമാറുന്നു. പ്രാർത്ഥിക്കാൻ ഒരു ഉത്സാഹം, പ്രാർത്ഥിക്കാൻ ഒരു ആവേശം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലർക്ക് കൈമാറുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയിൽ തളർന്നു പോയവർ ആരെങ്കിലും ഉണ്ടോ? ഒരു നല്ല ആമേൻ എന്ന് പറ. ഹൃദയം ക്ഷീണിച്ചവർ ആരെങ്കിലും ഉണ്ടോ? നിരാശ മനസ്സിൽ കയറിയവർ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽ ആ നിരാശയുടെ കടുങ്കെട്ടുകളെ പൊട്ടിക്കണം. എന്നിട്ട് ആധാരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയണം, പ്രാർത്ഥനയുടെ മറുപടി അസാധാരണമാണ്. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. പ്രാർത്ഥനയിൽ അസാധാരണമായ ചിലത് നമുക്ക് വേണ്ടി ചെയ്യാൻ ദൈവം പദ്ധതിയിടുന്നു. ആ ദൈവിക പദ്ധതി നിറവേറപ്പെടാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വാസത്താൽ സ്തോത്രം ചെയ്യാൻ കഴിയും? എന്തോ ദൈവാത്മാവ് എന്നോട് അവിടെ. പ്രിയപ്പെട്ടവരെ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മൾ ആമേൻ പറയുന്നതിന് മുമ്പ് ദൈവം തരും. നിങ്ങൾക്കൊരു സന്തോഷമില്ല. മറുവശം കൂടെ ഞാൻ പറയാവേ. ആമേൻ പറയുന്നതിന് മുമ്പ് ചില മറുപടികൾ ദൈവം തരും. ഈ അബ്രഹാം തൻ്റെ വീട്ടിൽ മൂപ്പൻ അല്ലേ, എലയാസർ ആയിരിക്കാം, പേര് പറയുന്നില്ല എലയാസറിനെ, തൻ്റെ മകനായ ഇസഹാക്കിനൊരു വധുവിനെ അന്വേഷിക്കാനായിട്ട് വിടുകയാണ്. ഉടനെ എലയാസർ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന യജമാനനെ, എനിക്കത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം അന്യനാട്ടിൽ ചെന്ന് എനിക്ക് ഒരു പരിചയവുമില്ലാത്ത ഇടത്ത് ചെന്ന് ഞാൻ എങ്ങനെ ഒരു വധുവിനെ കൊണ്ടുവരാനാ? ഇസ്ഹാക്കിനെ തൊട്ട് അവർ കണ്ടിട്ടില്ല. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. ഞാൻ എന്തോ ചെയ്യുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വിശ്വാസികളുടെ പിതാവ് അബ്രഹാം പറഞ്ഞു, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും, കാര്യം സാധിപ്പിച്ചു തരും. നിന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും. ഒരു 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 ദൂത് ഞാനൊന്ന് പറയാം കേട്ടോ. അബ്രഹാമിന് ഉറപ്പുണ്ട് ഇസ്ഹാക്കിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന്. അതെങ്ങനെ ആ ഉറപ്പ് കിട്ടിയത്? വളരെ ശ്രദ്ധിക്കണം. ഒന്ന് ചിന്തിച്ചു പോകുന്നതല്ല. ഒരിക്കലും അബ്രഹാം പ്രാർത്ഥിച്ചു മേടിച്ച മോനല്ല ഇസ്ഹാക്ക്. അല്പം വൈരുദ്ധ്യത തോന്നുന്നുണ്ടല്ലേ? അബ്രഹാം പ്രാർത്ഥിച്ചു മേടിച്ച മോനല്ല ആര്? പറ. അബ്രഹാം ഇസ്ഹാക്കിനെ ആഗ്രഹിച്ച കുറച്ച് കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയി ഇസ്മായേലിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായെന്നറിയാം. ഒരിക്കൽ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്ക് ഒരു മോനെ തരാൻ പോകുന്നു, ഇസ്ഹാക്ക് എന്ന് പേരിടണം. നിന്റെ ഭാര്യ സാറായി നിനക്കൊരു മകനെ പ്രസവിക്കാൻ പോവുക. ഉടനെ ഞാനൊക്കെ അവിടെ തുള്ളിച്ചാടി സ്വോത്രം പറഞ്ഞു, നമ്മളാണ് അല്ലേ. പക്ഷെ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചെന്ന. എൻ്റെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചിരിച്ചു വീണു, വീണിടത്ത് കിടന്ന് ചിരിച്ചു. സാറാണെങ്കിൽ അകത്ത് ചിരിച്ചെന്ന. അബ്രഹാം തിരിച്ച് ദൈവത്തോട് പറഞ്ഞൊരു കാര്യം കേൾക്കണോ? എൻ്റെ നാടൻ ഭാഷ പറയാ, ദൈവമേ, ഇനി പുതിയ മോനെയൊന്നും എനിക്ക് വേണ്ട. ഇസ്മായേൽ അങ്ങയുടെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി. ഹലോ, ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞേ. അബ്രഹാം ആരിൽ തൃപ്തനായിരുന്നു? വരുന്നില്ല. ഇസ്മായേലിൽ ആര് തൃപ്തനായിരുന്നു? അബ്രഹാം തൃപ്തനായിരുന്നു. ദൈവം നിനക്കൊരു മകനെ ഇസഹാക്ക് എന്ന് പേര് പറയാണ്. ഇസഹാക്ക് എന്നവന് പേരിടണം, അവനെ തരും. നിന്റെ ഭാര്യ സാറായി തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും എന്നൊക്കെ പറയുമ്പോൾ അബ്രഹാം പറയുന്നു, ദൈവമേ, ഇസ്മായേൽ തിരുമുമ്പോ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അവന് കേടൊന്നും വരല്ലേ. ഇനി ഒരു പുതിയ കുഞ്ഞിനെ ഒന്നും കിട്ടിയില്ലേ സാരമില്ല ദൈവമേ, തന്നതിനൊരു കേടും വരാതെ അങ്ങ് കാത്താ മതിയേ. അപ്പൊ അബ്രഹാം ആരിൽ തൃപ്തനായിരുന്നു? ഇസ്മായേൽ തൃപ്തനായിരുന്നു. അബ്രഹാം ചോദിച്ചു മേടിച്ചവനല്ല ഇസഹാക്ക്, ദൈവം കൊടുത്തവനായി ഇസഹാക്ക്. ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും നിങ്ങൾ പിടിച്ചു മേടിച്ചില്ലേലും ദൈവം ചിലത് നിങ്ങൾക്ക് തരണമെന്ന് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ, മിനിസ്ട്രിയുടെ മേൽ, സഭയുടെ മേൽ ചിലത് തരണമെന്ന് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് കൊണ്ടുതരാൻ ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ അധരം തുറന്ന് സ്തോത്രം പറയാൻ ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ദൈവമേ, ഞാൻ ആവശ്യപ്പെടാതെ ഇസ്മായേലിൽ ഞാൻ തൃപ്തനായിരുന്നപ്പോഴും ഞാൻ ആവശ്യപ്പെടാതെ ഇവനെ എൻ്റെ ദൈവം എനിക്ക് തന്നതാണെങ്കിൽ ഇവന്റെ ഭാവിക്ക് വേണ്ടുന്നതെല്ലാം തന്ന ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം തക്ക സമയത്ത് കൃത്യമായി നിറവേറ്റുമെന്ന് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽ കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറ, യാദൃച്ഛികമായി ഞാൻ മണ്ണിൽ ജനിച്ചതല്ല, ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുകയുമല്ല. ദൈവത്തിന്റെ നിത്യപദ്ധതിയിൽ എന്നെ, എൻ്റെ തലമുറയെ, എൻ്റെ കുടുംബത്തെ എൻ്റെ ദൈവം കണ്ടതാണെങ്കിൽ, അനാദി നിർണയത്തിൽ എന്നെ നിർണയിച്ച എന്നെ കണ്ട ദൈവം എൻ്റെ ജീവൻ ഭക്തിക്കും വേണ്ടുന്നതെല്ലാം, എനിക്കും എൻ്റെ തലമുറയ്ക്കും വേണ്ടുന്നതെല്ലാം തക്ക സമയത്ത് കൊണ്ടുതരാൻ വിശ്വസ്തനാണ്. എത്ര പേർക്ക് വിശ്വാസത്താൽ ആ വാക്കിന് ആമേൻ പറയാൻ കഴിയും? ഇന്ന് പകൽ ചിലരുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, ധൈര്യപ്പെട്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവനോട് പറയുന്നു, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്ന് ഞാൻ ഇനിയും പറയോ. രക്തം ചെയ്യും, രക്തം ചെയ്യും. അപ്പൊ ഈ എലയാസർ പുറപ്പെട്ടു. ആ പട്ടണത്തിലെത്തിയപ്പോൾ ഒരു കിണറ്. ഒറ്റ പ്രാർത്ഥന എലയാസർ, ദൈവമേ, ഈ പട്ടണത്തിലെ കന്യകമാരിലെ വെള്ളം കോരാൻ വരുന്ന സമയം. അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കും, എനിക്കൊരല്പം വെള്ളം കുടിക്കാൻ തരാമെന്ന് ചോദിക്കുമ്പം ഒരാൾ പറയാൻ തരികട്ടെ, താങ്കൾക്ക് മാത്രമല്ല താങ്കളുടെ ഒട്ടകങ്ങൾക്കും കൂടെ തരാമെന്ന് പറഞ്ഞാൽ അവളായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ഭാവി വധു. അവിടെ ഒരു പദമുണ്ട്, നിങ്ങൾ അടിവര ഇടണേ, ഉടനെ. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ് എലയാസർ ഇങ്ങനെ പ്രാർത്ഥിച്ചു തീർന്ന ഉടനെ ഹല്ലേലൂയ, പാത്രത്തിൽ വെള്ളവുമായി റിബേക്ക വരികയാണ്. അതേ, അടിയന്തരമായി ദൈവം ഇടപെട്ടാൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ എങ്കിൽ, നീക്കുപോക്കുള്ളൂ എങ്കിൽ, ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുൻപ് ഇന്ന് പകൽ എഴുതി വെച്ചുകൊള്ളുക. ഉടനെ അവൻ പ്രാർത്ഥിച്ചു തീർന്ന ഉടനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുന്നു, ഉടനടി ദൈവം ഇടപെടേണ്ട ചില വിഷയങ്ങളിൽ നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ ഈ യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ചില ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പു തരികയാണ്. ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, ഉറച്ചു, ധൈര്യപ്പെട്ടു. ചില പ്രാർത്ഥനയുടെ മറുപടികൾ തമ്പുരാൻ തരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അല്പ പ്രയാസം തോന്നും. ആമേൻ പറയാവോ? ഈ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം വായിക്കണ്ട 12-ാം അധ്യായം വായിക്കണ്ടേ. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപവാസ പ്രാർത്ഥനകളൊക്കെ കേൾക്കാനുള്ളതാണ്. ഹെരോദ രാജാവ് പത്രോസിനെ പിടിച്ചു, അല്ലേ? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ശിരച്ഛേദം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ നേതൃത്വത്തിൽ ആ വീട്ടിൽ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ പറഞ്ഞു വരണം. ഉടനെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി പത്രത്തിന്റെ വിലാപ്പുറത്ത് എഴുന്നേറ്റു, അരകെട്ടിക്കു, ചെരുപ്പിട്ടു, നടന്നു. ഞാൻ പലപ്പോഴും ആ ഭാഗം വായിക്കുമ്പോൾ ഭാവനയിൽ അവിടെ അത് കാണാറുണ്ട്. കാരണം ഈ രണ്ട് പടയാളികൾ ഉണ്ടല്ലോ, അവരുടെ കരത്തോട് ചേർത്താണ് ഇദ്ദേഹത്തിൻ്റെ കരവും. അപ്പൊ അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് പത്രോസ് ഉറങ്ങുക, പക്ഷെ അവർക്ക് ഉറക്കമില്ല. എല്ലാവരും എന്നോട് വരണേ. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ചങ്ങല അഴിയുന്നു. പത്രോസ് ഇതൊക്കെ നടക്കുമ്പോൾ പത്രോസ് ഓർത്ത് ഇതെല്ലാം സ്വപ്നമാണ്.
നമ്മളാണെങ്കിലും ഓർക്കില്ല, നല്ല നല്ല സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഓർക്കില്ല, ദൈവമേ ഇത് തീരാതിരുന്നിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ ചിന്തിക്കുകയും കണ്ണ് തുറക്കുകയും സ്വപ്നം പോവുകയും പിന്നെ കണ്ണ് ഇറുക്കി അടയ്ക്കുക, ഒന്നുകൂടെ കാണാൻ നടക്കുകയില്ല അല്ലേ? പത്രോസ് നടക്കുമ്പോൾ, അരകെട്ടുമ്പോൾ, ചെരുപ്പിടുമ്പോൾ പത്രോസിന്റെ ചിന്ത സ്വപ്നമെന്നാ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ പറയാം. കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇവർ കാത്തോണ്ടിരിക്കുക, പക്ഷെ ഇവന്റെ ചങ്ങല അഴിഞ്ഞു വീഴുന്നതും, ഇവൻ നടക്കുന്നതും, ഇവൻ അരകെട്ടുന്നതും, ഇവൻ ചെരുപ്പിടുന്നതും ഇവർ കണ്ടില്ല. ഒരാമേനൊന്ന് പറയണേ. അവരുടെ കണ്ണ് തുറന്നിരിക്കുകയാണ്, പക്ഷെ ദൈവം അവരുടെ ബുദ്ധിയെ അബലമാക്കി. ഞാനൊരു കാര്യം പറയാം, ദൈവത്തെ കൊണ്ട് ഇതൊക്കെ സംഭവിക്കും, ദൈവത്തെ കൊണ്ട് ഇതൊക്കെ നടക്കും. നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് വിശ്വാസത്താൽ ആമേൻ പറയാൻ കഴിയും? ഞാൻ എന്തോ ദൈവത്തിന്റെ ആത്മാവ് ഒരു വചനത്തിന്റെ ദൂതനോട് പറയാണ്, പ്രിയരെ, ദൈവം ശത്രുവിന്റെ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് അധികം പറ്റാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ശത്രുവിന്റെ കണ്ണൊക്കെ ദൈവം കെട്ടും. നമ്മുടെ പുൽപ്പറ്റയിൽ അങ്ങനെ ഒരു പ്രയോഗം നടത്താൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശത്രുവിന്റെ ബുദ്ധിയെ ദൈവം അബലമാക്കും, ശത്രുവിന്റെ കണ്ണിനെ ദൈവം കെട്ടും. ശിംശോന്റെ ശക്തി അവന്റെ മുടിയിലാണ്. ആണോ? അതെ. ഫെലിസ്ത്യരെ പിടിച്ചില്ലേ? പിടിച്ചു. മുടിയെല്ലാം വെട്ടിക്കളഞ്ഞു. തല, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചട്ടി പോലാണ്. ഒറ്റ മുടി ഇവിടെ ഇല്ല. ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞേ, തലയിലില്ല. അപ്പൊ മുടിയിലാണ് ശിംശോന്റെ. അപ്പൊ അവന്റെ മുടി വളർന്നാൽ അവൻ ആരാ? അപകടകാരിയാ. ശിംശോന്റെ കണ്ണെന്ത് ചെയ്തു അവര്? തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഒരു ഭാഗം പറയുന്നുണ്ട്, ശിംശോന്റെ മുടി വീണ്ടും വളർന്നു തുടങ്ങി, അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ട്, ശിംശോന്റെ മുടി വീണ്ടും വളർന്ന് തുടങ്ങി. ഇവര് ബുദ്ധിമാന്മാരല്ലേ? ആര്? പറ. ഫെലിസ്ത്യര്. അവർ തന്നെയല്ല ഈ മുടിയെല്ലാം കളഞ്ഞേ. എല്ലാ ദിവസവും അവർ ശ്രദ്ധിക്കേണ്ടത് എന്താ? ശിംശോന്റെ മുടി വളരാൻ പാടില്ല, അല്ലേ? ശിംശോന്റെ മുടിയെ അല്ലേ അവർ ശ്രദ്ധിക്കണ്ടേ? പക്ഷെ അവരുടെ കണ്ണ് ബൾബ് പോലെ തുറന്നിരിക്കുകയല്ലേ. അവർക്കറിയില്ലേ ശിംശോന്റെ ശക്തി മുഴുവൻ അവൻ്റെ മുടിയിലാണെന്ന് അറിയില്ലേ? അറിയാമായിരുന്നിട്ടും അവരുടെ കണ്ണ് തുറന്നിരിക്കെ അവരുടെ ബുദ്ധിയെ അബലമാക്കി അവരുടെ കണ്ണിനെ കെട്ടി തൻ്റെ ദാസനെ ഒരിക്കൽ കൂടെ അവിടെ പ്രയോജനപ്പെടുത്തണമെന്നുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയും തിരുഹിതവുമായിരുന്നത് കൊണ്ട് ശത്രുവിൻ്റെ പാളയത്തിൽ അവരുടെ ബുദ്ധിയെ കെട്ടി, അവരുടെ കണ്ണിനെ കെട്ടി, ബുദ്ധിയെ അബലമാക്കി. എൻ്റെ ദൈവം ശിംശോനെ മാനിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ദുഷ്ടശക്തികളുടെ കണ്ണിനെ കെട്ടുന്ന, അവന്റെ ബുദ്ധിയെ അബലമാക്കുന്ന, നമ്മെ കുറിച്ചുള്ള അവന്റെ എല്ലാ പദ്ധതികളെയും പൊളിച്ച് നമ്മെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവശക്തി ഇന്ന് പകൽ ഉയരത്തിൽ നമുക്ക് വേണ്ടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അപ്പോൾ പത്രോസ് നടന്നു. ഒന്നാം കാവല്, അടുത്ത കാവല്, പട്ടണത്തിൻ്റെ ഇരുമ്പ് വാതിലൊക്കെ സ്വയമേ തുറന്നു. പുറത്ത് ചാടിയപ്പോഴാണ് മനസ്സിലായത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. മറിയയുടെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുന്നതൊന്നും ആർക്കറിഞ്ഞുകൂടാ? പറ. പത്രോസിന് അറിഞ്ഞുകൂടാ. പക്ഷെ പത്രോസ് അവിടെ തന്നെ വന്നു. അവിടെ തന്നെ വന്നപ്പോഴേ ഈ വാതിക്ക് മുട്ടിയപ്പോൾ രോധ എന്ന ബാല്യക്കാരി, അല്ലേ, ചെവി കൂർപ്പിച്ചപ്പോൾ പത്രോസാണെന്ന് മനസ്സിലായി. ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി ആരാണ്? പത്രോസ്. അടുത്ത പദമാണ് എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയത്. സന്തോഷത്താൽ വാതിൽ തുറക്കാതെ. അല്ല, അങ്ങനെ ഒരു പദമുണ്ട്, സന്തോഷത്താൽ. അപ്പൊ എൻ്റെ ചോദ്യം, ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അപ്പൊ ആ പ്രാർത്ഥനയുടെ മറുപടി എവിടെ വന്ന് നിൽക്കുക? അപ്പോൾ ഈ പത്രോസാണ് നമുക്ക് മനസ്സിലായി, അല്ലേ? അപ്പോൾ ഈ പ്രാർത്ഥനയുടെ മറുപടിയെ സന്തോഷം കൂടുമ്പോൾ എന്താ ചെയ്യണ്ടേ?
വാതിൽ തുറന്ന് അകത്ത് കയറ്റുക ചെയ്യണ്ടേ അല്ലേ? പക്ഷെ അവിടെ ഇങ്ങനെ സന്തോഷത്താൽ വാതിൽ തുറക്കാതെ അകത്ത് പോയി പ്രാർത്ഥിക്കുന്നവരോട് പറയാം, പത്രോസ് വന്ന് വാതിക്കൽ മുട്ടുന്നെന്ന്. എനിക്ക് മനസ്സിലായ ഒരു ആശയം പറയാം. ഈ ഒരു വല്ലാത്ത വികാരത്തിൻ്റെ വേലിയേറ്റത്തിലാവള്. പ്രാർത്ഥനയുടെ മറുപടിയെ വാതിൽ തുറന്ന് അകത്ത് കയറ്റണോ അതോ പ്രാർത്ഥിക്കുന്നവരോട് പോയി സന്തോഷ വർത്തമാനം പറയണോ? എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്തൊരു സമ്മിശ്ര വികാരത്തിൻ്റെ വേലിയേറ്റമാണ്. അതെ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് തരുമ്പോഴുണ്ടല്ലോ, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണോ, നെടുമ്പാട് വീണ് കിടന്ന് നിറകണ്ണുകളോടെ ദൈവത്തിന് സ്തുതി പറയണോ? എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത സമ്മിശ്ര വികാരത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകത്തക്ക നിലയിൽ അസാധാരണ പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് ആധാരം തുറന്ന വാക്കിന് ആമേൻ പറയാൻ കഴിയും? ഇന്ന് മകൾ എഴുതി വെച്ചുകൊള്ളുക, പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായി ഈ ദൂത് കൈമാറുകയാണ്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്നവരെ അവളോട് പറയാം, നിനക്ക് ഭ്രാന്ത, അത് അവനല്ല. ഒരു ആമേൻ എന്ന് പറഞ്ഞു വന്നു. അവനല്ല, അവൻ്റെ ഒരു ദൂതൻ. നമ്മൾ പറയും അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ പറയും അവർക്ക് വിശ്വാസം ഉണ്ട്, നമ്മെക്കാളുണ്ട്. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. ഈ മലയാളികളായി നമ്മുടെ പ്രശ്നം എന്തിൻ്റെയും നെഗറ്റീവ് കാണാനും അത് പറയാനും നമുക്ക് ഭയങ്കര ഇഷ്ടം അല്ലേ അല്ലേ? അവളെ അപ്പം നമ്മൾ പറയും അവൾക്ക് എന്തുമില്ലാഞ്ഞിട്ടാണ്, അവർക്ക് എന്തില്ല, വിശ്വാസമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് വിശ്വാസമുണ്ട്. എന്താ അതിൻ്റെ തെളിവ്? നേരം പരിവര വെളുക്കുക, പക്ഷെ എന്നിട്ടും അവർ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. ഇപ്പോഴും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പത്രോസിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വിടുവിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇപ്പം പിന്നെ എന്താ പറയുന്നത്? അത് അവനല്ല, അവൻ്റെ ദൂതന, നിനക്ക് ഭ്രാന്താണ്. അവളോട് പറയാൻ കാരണം എന്താ? ഈ പ്രാർത്ഥനയുടെ മറുപടി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുമെന്നുള്ളത് അവരുടെ സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചില്ല. അത് അവരുടെ അജണ്ടയ്ക്ക് പുറത്തായിരുന്നു, അത് അവരുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമായിരുന്നു. അതെ, ഇന്ന് പകൽ എഴുതി വെച്ചോ, നമ്മുടെ അജണ്ടകൾക്കപ്പുറത്ത്, നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമായി ദൈവത്തിന് സ്തോത്രം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നത്തക്ക നിലയിൽ ഈ വാചകങ്ങൾ എഴുതി വെച്ചുകൊള്ളുക. പ്രാർത്ഥനയാൽ അസാധാരണമായ ചിലത് ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൈവാലോചന കൈമാറുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇത് ചിലരോടുള്ള ഷാർപ്പായ ദൈവിക അരുളപ്പാടാണ്. ഒരു കാര്യം കൂടെ പറയാൻ കർത്താവിനോട് പറയുന്നു. ചിലതൊക്കെ താമസിച്ചാലും ഒരാമേൻ എന്ന് പറഞ്ഞ് നിരാശപ്പെടണ്ട. അതിൻ്റെ പിന്നിലും തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്കൊരു പ്രത്യേക ചിന്ത തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വരാം. പക്ഷെ എന്നെ ഇവിടെ നിർത്തുന്നുകൊണ്ടാണ്. നിങ്ങൾ എത്ര ഭക്തരാണെങ്കിലും എല്ലാ പ്രാർത്ഥനയ്ക്കും ഉടനൊന്നും മറുപടി കിട്ടണമെന്ന് നിർബന്ധമില്ല. ഒരാമേൻ എന്ന് പറഞ്ഞു. ചില പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി കിട്ടപ്പെടാതെ ദൈവമേ എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അങ്ങനൊന്നും പിശാചിന് ഇടം കൊടുക്കരുത്. എല്ലാ പ്രാർത്ഥനയ്ക്കും ആമേൻ പറയുന്നതിന് മുമ്പ് മറുപടി കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലതിനൊക്കെ അല്പം കാത്തിരിക്കേണ്ടി വരും. സ്തോത്രം പറയാവോ? എനിക്ക് വേദപുസ്തകത്തിലെ എനിക്ക് അത് തെളിയിക്കാം. വേദപുസ്തകത്തിൽ 100% ദൈവഹിതപ്രകാരം നടന്ന വിവാഹം ഇസ്ഹാക്കിൻ്റെ വിവാഹം അല്ലേ? ദൂതൻ, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അതുപോലെ നടന്നു. എലയാസർ പ്രാർത്ഥിച്ചതുപോലെ ഉടനെ റിബേക്ക വന്നു. ഇനി റിബേക്കയുടെ വീട്ടുകാർ വരുന്നുണ്ട്, ഈ കാര്യം യഹോവയാൽ വരുന്നു അല്ലേ? 100% ദൈവഗതം പോലെ ദൈവഗതപ്രകാരം നടന്ന വിവാഹമാണ്. ഒന്ന് സ്തോത്രം ചെയ്ത് വന്നേ ഇസ്ഹാക്കിന്. പക്ഷേ ആ വീട്ടിനെ, ആ ഇസ്ഹാക്കിനെ കുറിച്ചും റിബേക്കയെ കുറിച്ചും തിരുവഴുത്ത് എങ്ങനെ വായിക്കുന്നത്? അവർക്ക് മക്കളില്ലായിരുന്നു. ഒരാമേൻ എന്ന് പറഞ്ഞ് എന്താ? ഇസ്ഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. എത്ര കൊല്ലം പ്രാർത്ഥിച്ചു? ഒരു ഹല്ലേലൂയ പറഞ്ഞെന്ന് വന്നേ. ഇസ്ഹാക്ക് വിവാഹം കഴിക്കുമ്പോൾ ഇസ്ഹാക്കിന് എത്ര വയസ്സുണ്ട്? അത് പറയാനല്ലേ ഞങ്ങൾ പാസ്റ്ററെ വിളിച്ചല്ലേ. ഇസ്ഹാക്ക് വിവാഹം കഴിക്കുമ്പോൾ ഇസ്ഹാക്കിന് 40 വയസ്സ്. ഇസ്ഹാക്കിന് ഏശാവും യാക്കോബും ജനിക്കുമ്പോൾ വയസ്സ് 60.
ഹലോ, അപ്പൊ എത്ര വർഷം ഇസഹാക്ക് പ്രാർത്ഥിച്ചു? 20 വർഷം പ്രാർത്ഥിച്ചു. വേദപുസ്തകത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു പാവം ഭക്തനാ ഇസഹാക്ക്. എല്ലാവരും എന്നോട്, ഞാൻ ആ പ്രയോഗം ഒന്നുകൂടെ നടക്കും, ഒരു പച്ചപ്പാവ. പക്ഷെ ആ പച്ചപ്പാവം പോലും വീട്ടിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ 20 കൊല്ലം പ്രാർത്ഥിക്കേണ്ടി വന്നു. ഞാൻ അവിടെ എല്ലാം ദൈവത്തിന് സ്തോത്രം പറയാറുണ്ട്. ദൈവമെല്ലാം നന്നായി ചെയ്യും. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് ഇസ്ഹാക്കിനെ കുറിച്ച് വാഗ്ദത്തം പറഞ്ഞില്ലേ? ആണോ? 100-ാമത്തെ വയസ്സിലല്ലേ അത് നടന്നേ? പക്ഷെ അതിനിടയ്ക്ക് അവൻ എത്രയോ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു, അല്ലേ? സാറായുടെ നിർബന്ധത്തിന് ദൈവത്തെ സഹായിക്കാൻ പോയില്ലേ? അല്ലേ? കാട്ടുകഴുത വീട്ടിലുണ്ടായില്ലേ? ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, അല്ലേ? ഇസ്മായിൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്തെന്നാ? കാട്ടുകഴുത. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഈ 20-24 കൊല്ലം അബ്രഹാം കാത്തിരുന്നപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ 75-ാമത്തെ വയസ്സ് തൊട്ട് 100-ാമത്തെ വയസ്സ് വരെ അബ്രഹാമിന് സംഭവിച്ച അപജയമൊന്നും ഇസഹാക്കിന് സംഭവിച്ചില്ല. 20 വർഷം പ്രാർത്ഥിച്ചിട്ട് ഒരു വളഞ്ഞ വഴിക്കും പോയില്ല. എന്താ പോകാഞ്ഞേ? 75-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പനോട് എന്നെക്കുറിച്ച് വാഗ്ദത്തം പറഞ്ഞിട്ട് 100-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ എന്നെ കൊടുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെങ്കിൽ 40-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കുന്ന എനിക്ക് വയസ്സ് 100 ഒരു തലമുറയെ തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിക്താനുഭവങ്ങൾ ചിലത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്ക് പോലും നന്മയാക്കി മാറ്റാൻ ഇന്ന് പകൽ വിശ്വസ്തനായ ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നെങ്കിൽ സങ്കടം മറന്ന് കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. ആ കരങ്ങൾ ഞാൻ ഒന്നുകൂടെ കരട്ടെ, കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആത്യന്തികമായി എല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. തെസ്സലോനിക്ക പട്ടണത്തിന്റെ ആ ഭാഗം വായിച്ചവൾ അങ്ങോട്ട് പോയത്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ ഞാൻ കുരുക്കിയിട്ടിട്ടുണ്ട്. കൈകൊണ്ട് പോയി തൊട്ടോളാനാ, കണ്ണുകൊണ്ട് പോയി കണ്ടോളാനാ. സുവിശേഷത്തിന് മാറ്റാൻ കഴിയാത്ത, സുവിശേഷത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത, ദൈവശക്തിക്ക് കുട്ടിയിറക്കി വിടാൻ കഴിയാത്ത ഒരു പൈശാചിക മണ്ഡലങ്ങളുമില്ലെങ്കിൽ, വിടുവിക്കപ്പെടാത്ത ദേശങ്ങളില്ലെങ്കിൽ, വിടുവിക്കപ്പെടാത്ത കുടുംബങ്ങളില്ലെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്തു പറ. തെസ്സലോനിക്ക പോലൊരു പട്ടണം വിടുവിക്കപ്പെട്ടപ്പോൾ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുമാറ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ഞാൻ വിളിച്ചു പറയുന്നു, മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നുമാറ്, നമുക്ക് പോലും അത്ഭുതങ്ങൾ തോന്നുമാറ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തൻ. ഇനി നമ്മൾ ശാന്തമായ ഓരോ കാര്യങ്ങൾ എണ്ണി പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സഭ അവിടെ സ്ഥാപിതമായി. ആ സഭയിൽ അധികം നാൾ ശുശ്രൂഷിക്കാൻ പൗലോസിന് കഴിഞ്ഞില്ല. അവിടെയുള്ള സുവിശേഷ വിരോധികൾ കൈസർ അല്ലാത്തൊരു രാജാവുണ്ടെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു, കൈസർക്ക് കരം കൊടുക്കണ്ടെന്ന് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതുകൊണ്ട് ഒരു രാത്രി പൗലോസിനും ശീലാസിനും തിമത്തിയോസിനും തെസ്സലോനിക്കയോട് വിട പറയേണ്ടി വന്നു. നേരെ അവർ പോയത് ബെരോവയിലേക്കാണ്. ബെരോവയിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ സ്ഥാപിതമായി. പക്ഷെ തെസ്സലോനിക്കയിൽ നിന്ന് വന്ന സുവിശേഷ വിരോധികൾ ബെരോവയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ബെരോവയിൽ നിന്ന് പൗലോസ് നേരെ അഥേനയിലേക്ക് പോയി. അഥേനയിലെ അരയോപക കുന്നിന്മേൽ നിന്നുള്ള പൗലോസിന്റെ പ്രഭാഷണമൊക്കെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥേനയിൽ നിന്ന് അദ്ദേഹം കൊരിന്തിലേക്ക് പോയി. കൊരിന്തിൽ കർത്താവിൻ്റെ വേല ചെയ്യും അളവിലാണ് തെസ്സലോനിക്കർക്ക് ഈ ലേഖനം എഴുതുന്നത്. എല്ലാവരും എൻ്റെ കൂടെ വരുന്നതാണ് എൻ്റെ ചിന്ത. അങ്ങനെ കൊരിന്തിൽ പൗലോസ് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ തൻ്റെ മനസ്സ് സ്വസ്ഥമല്ല, താൻ ആശങ്കയുടെ മുൾമുനയിലാണ്. എന്താണ് തന്നെ ആശങ്കപ്പെടുത്തിയത്? തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ്. എന്താണ് തെസ്സലോനിക്ക സഭയെ സംബന്ധിച്ച് പൗലോസിനെ ആശങ്കാകുലനാക്കിയത്? ആ വാക്യം നിങ്ങൾ മറക്കരുത്. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ പരീക്ഷകൻ ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം, ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ടു.
പൗലോസ് കൊരിന്തിലായിരിക്കുമ്പോൾ ഒരു ആശങ്ക, ദൈവമേ, തെസ്സലോനിക്ക സഭയിലുള്ള ദൈവമക്കൾ ഈ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകുമോ? അല്ലേ? ഞങ്ങളുടെ പ്രയത്നം ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാനും ശീലാസും തിമത്തിയോസും ഒക്കെ എത്ര കഠിനാധ്വാനം ചെയ്ത് ഉപദ്രവങ്ങൾ സഹിച്ചാണ് നിങ്ങളോട് സുവിശേഷം പറഞ്ഞത്. എന്ത് ത്യാഗം സഹിച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ചത്. പക്ഷേ നിങ്ങൾ ഈ വിശ്വാസം ഇട്ടേച്ച് തിരിഞ്ഞു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അങ്ങനാണെങ്കിൽ പൗലോസിനെ ആശങ്കാകുലനാക്കിയ കാര്യമെന്ത്? പക്ഷെ നിങ്ങൾ ആശങ്കാകുലനാക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പിശാച് എത്ര തട്ടിട്ടു തുള്ളിയാലും തൻ്റെ ജനത്തെ കൃപയിൽ നിലനിർത്താൻ വിശ്വസ്തനായൊരു ദൈവം ഉയരത്തിൽ ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം. എത്ര പേർക്ക് വിശ്വാസത്താൽ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇന്ന് പകൽ നമ്മളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസിനെ ആശങ്കാകുലനാക്കിയ കാര്യങ്ങൾ എന്താണ്, സംഭവങ്ങൾ എന്താണ് എന്നിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. 1-ാം അധ്യായം എടുക്കാം. 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. എൻ്റെ മുഖത്തോടെ എല്ലാവരും നോക്കണം. അവരാ പട്ടണത്തിൽ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി വന്നപ്പം സുഖലോലുപതയായിരുന്നില്ല. സുവിശേഷത്തിനു പ്രതി യേശുവിനു വേണ്ടി അസാധാരണ കഷ്ടം അവർ സഹിക്കേണ്ടി വന്നു. അതിനെ സംബന്ധിച്ച് പൗലോസ് പറയുന്നത് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. അങ്ങനെയാണെങ്കിൽ അവര് സുവിശേഷത്തെ പ്രതി അനുഭവിച്ച കഷ്ടം എന്താണെന്ന് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം തന്നെ 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. സഹോദരന്മാരെ, യഹൂദ്യയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. ആമേൻ. വളരെ ശ്രദ്ധിക്കുക, ഞാനൊന്ന് പറയാം. സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, അനുഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ക്രിസ്തീയ മാർഗത്തിന്റെ ആരംഭ നാളുകളിൽ യഹൂദ എബ്രായ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിശ്വാസത്തിൽ വന്നവരെ രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാർ അതിക്രൂരമായി ശാരീരികമായി ഉപദ്രവിച്ചു. പൗലോസ് പറയുകയാണ്, അങ്ങനെയുള്ള യഹൂദിയിലെ വേർപെട്ട സഭകളിലെ ദൈവമക്കൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. അർത്ഥം എന്താണെന്നറിയാമോ? സുവിശേഷത്തിനായി ഇവർ ഇറങ്ങി വന്നപ്പോൾ രക്ഷിക്കപ്പെടാത്ത ജാതികളിൽ നിന്ന് അതിക്രൂരമായ ഉപദ്രവങ്ങൾ, ശാരീരിക പീഡകൾ ഇവർ സഹിക്കേണ്ടി വന്നു. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അവര് വചനം കൈക്കൊണ്ട്. ഇന്നൊരു പകൽ ഞാൻ ഒരു കാര്യം തീർത്ത് സ്തോത്രം ചെയ്ത് പറയാം. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം പട്ടണത്തിൽ നാം ഇരുന്നിവിടെ ദൈവവചനം കേൾക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. പക്ഷെ ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു, അങ്ങനെയുള്ള പീഡകൾക്കും പീഡനങ്ങൾക്കും ദൈവപ്രവൃത്തിയെ തടയാൻ ദൈവത്തിന് സ്തോത്രം, സുവിശേഷത്തിന്റെ സ്വാധീനത്തെ ഇല്ലായ്മയാക്കാൻ സാധിക്കില്ല. അധരം തുറന്ന് വിശ്വാസത്താൽ ആ വാക്കിന് ആമേൻ പറയാൻ തന്റെ ഇടമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നീ എന്നെ പൗലോസിനെ ആശങ്കാകുലനാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ശാരീരിക പീഡകൾ എന്ന് തുടങ്ങിയതാ? ഒന്ന് സ്തോത്രം ചെയ്ത് എന്നോട് വന്നേ. ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് മാറിയിട്ടില്ല.
അല്പം നിരാശ തോന്നുന്നില്ലേ? ഇറങ്ങിയപ്പോൾ തുടങ്ങിയത് പറ, ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. പൗലോസ് ലേഖനം എഴുതുമ്പോഴും പീഡ സംഭവിച്ചുകൊണ്ടിരിക്കുക. 2 തെസ്സലോനിക്ക ലേഖനം എഴുതി. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ. ഒരു നല്ല ആമേൻ പറഞ്ഞു. ദൈവസന്നിധിയിൽ നീതിയല്ലയോ? നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം തരുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലയോ? ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നല്ല പൗലോസ് പറയുന്നത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിത്യതയുടെ വെളിപ്പാടിൽ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ദൈവത്തിന് സ്തോത്രം. കൃപ ലഭിച്ച ദൈവമക്കളെ കൊണ്ട് കഴിയണം. എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും? എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് സുഖലോലുപമായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അതിനപ്പുറത്ത് പ്രതിസന്ധികളുടെ തീച്ചൂളയ്ക്കകത്തും നിത്യതയോർത്ത് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ആത്മീക കരുത്താണ് ക്രിസ്തീയ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. എന്റെ ഹൃദയം നന്ദിയാൽ ദൈവത്തിൽ. ഞാൻ പിന്നീട് വിശദീകരിച്ചോളാം. അപ്പൊ ഒന്ന്, ബഹു കഷ്ടം എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞേ, ഇപ്പൊ പൗലോസിന്റെ ആശങ്ക, ദൈവമേ അവരിങ്ങനെ നിരന്തരം മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ നരനായാട്ടിൻ്റെ മുൻപിൽ, ഹീനമായ ശാരീരിക ഉപദ്രവങ്ങളുടെ മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഒരു നല്ല ആമേനൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രയത്നം ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല, അവസാനം നിങ്ങളെ ഒന്ന് ധൈര്യപ്പെടുത്താനാണ് ഞാൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പം നിങ്ങൾ ടെൻഷനൊന്നും അടിക്കുകയൊന്നും ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന്, അവരുടെ ഉപദ്രവങ്ങളാണ്. രണ്ടാമത്തോടൊന്ന് സൂചിപ്പിച്ചിട്ട് മൂന്നാമത്തെ പ്രധാന ചിന്തയിലേക്ക് വരാം. രണ്ടാമത്തേത്, അവരുടെ പ്രിയപ്പെട്ടവർ പലരും പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് വരണേ. 1 തെസ്സലോനിക്കർ 4:13, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടുന്നതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും എൻ്റെ മുഖത്തോടെ നോക്കണം. അവർ വിശ്വാസത്തിന്റെ ശൈശവദശയിൽ നിൽക്കുന്ന സഭയിലെ പ്രിയപ്പെട്ടവർ ചിലർ എന്ത് ചെയ്തു? ആ വേദന അവരുടെ ഹൃദയത്തിനകത്ത് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ വേർപാട് അവരെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് വരണം, മാനസികമായി തളർത്തിക്കളഞ്ഞു. ഒരു വാക്ക് ഞാനൊന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം. എൻ്റെ പ്രിയരെ, കോവിഡ് കാലത്ത് എത്ര പേരെന്നെ വിളിച്ചു ചോദിച്ചെന്നറിയാം, പാസ്റ്ററേ അപ്പച്ച സ്വർഗത്തിൽ പോകും, അമ്മച്ചി സ്വർഗത്തിൽ പോകും. അപ്പം ഞാൻ ചോദിച്ചെന്താ പാസ്റ്ററേ, കല്ലറകളിലുള്ളവർ ദൈവപുത്രൻ്റെ, പാസ്റ്ററേ ഗവൺമെൻറ് പൊതു ശ്മശാനത്തിലൊക്കെ കൊണ്ടുപോയി അല്ലേ? എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? ഞാൻ അന്ന് മനസ്സിലാക്കി, ഇത്രയും നിഷ്കളങ്കർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന്. എത്ര ഹൃദയപരമാർത്ഥികൾ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ടാവും. 1-ാം നൂറ്റാണ്ടിൽ ഇരുമ്പ് തൂണുകളിൽ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് മെഴുക് ശീല ചുറ്റി മെഴുകുതിരി കത്തിക്കുന്നത് പോലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കിരാതന്മാരായ ഭരണാധികാരികൾ 10,000 ദൈവമക്കളെ കത്തിച്ചു കൊന്നിട്ടുണ്ട്. അവർ യേശുവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് വരും. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ അവരെ മാനസികമായി തളർത്തി.
നീ ശ്രദ്ധിക്കണം. പൗലോസ് പറയുന്നിടത്തൊരു പ്രയോഗം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ആ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി വായിച്ച്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. 1 തെസ്സലോനിക്കർ 3:5. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു. ആ പദം വളരെ ശ്രദ്ധിച്ചോണം. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ടു. പൗലോസിന് ആശങ്ക ഉണ്ടാകാൻ കാരണം ഈ സഭ അനുഭവിക്കുന്ന പ്രതിസന്ധി അല്ല, പിന്നെ മറ്റൊരാളെ പൗലോസിന് അറിയാം. ആരാണവൻ? സാത്താൻ. ഒന്ന് സ്തോത്രം ചെയ്തെന്ന് വന്നേ. പിശാച്. അവൻ ആരാണ്? പരീക്ഷകനാണ്. ശ്രദ്ധിച്ചേ, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ആശയെന്നറിയാമോ? ഒരു ദൈവ പൈതലിനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ മുതലെടുത്ത് എങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അവനെ അകറ്റാൻ കഴിയും എന്ന് സാത്താൻ അറിയാം. അവൻ അതിന് പരിശ്രമിക്കാറുണ്ട്. ഇന്ന് പകൽ കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നാമും നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തെ ഇല്ലായ്മ ചെയ്യാൻ പിശാച് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. ആ മേഖലയെ കണ്ട് ജയമെടുക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ മുതലെടുപ്പിന് വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും പൈശാചിക മണ്ഡലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പൈശാചിക പദ്ധതികളെ ഞങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. കൃപ ലഭിച്ച അഭിഷക്തന്മാർ, കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ, ഇവിടെ ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ കൊയർ ലീഡ് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറഞ്ഞു, ഇയ്യോബ്. ഒന്ന് സ്തോത്രം ചെയ്തിട്ടോ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കാൻ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധിയെ പിശാച് ഒന്നൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ മുതലെടുപ്പിനായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾക്കത് തെളിയിച്ച് ഇയ്യോബിന്റെ പുസ്തകം എടുത്ത്, ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇയ്യോബ് 2:9. രക്തം. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചു കളക എന്ന് പറഞ്ഞു. എല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ച്. എല്ലാവരും എൻ്റെ മുഖത്തോട് നോക്കണം. നമ്മൾ സാധാരണ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഭാര്യ പറയുന്നത് പോയി ആത്മഹത്യ ചെയ്തോ എന്നാണെന്നാ. അങ്ങനല്ല. അതിൻ്റെ ഒരു മാനസിക തലം ഞാൻ നിങ്ങളോട് പറയാം. നീ ഇപ്പോഴും നിന്റെ ഭക്തി എന്ന് പറഞ്ഞ ആശയമെന്നറിയാവോ? ഇപ്പോഴും ഈ ദൈവമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണെങ്കിൽ, ഇപ്പോഴും ഈ ദൈവത്തെ കാത്തിരിക്കുകയാണെങ്കിൽ, ദൈവഭക്തിയോടെ ജീവിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ചാകുന്ന. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനേക്കാൾ നല്ലത്. ഇനി ഇയ്യോബിന്റെ ഭാര്യ അങ്ങനെ പറയാൻ കാരണം എന്നാ? എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? പിശാചേ ഭയങ്കര തന്ത്രശാലിയാ. പിശാച് ഭയങ്കര ഉപായിയാണ്.
പിശാച് മുതലെടുപ്പിന് ശ്രമിക്കുന്നവനാണ്. ഞാൻ ഈ വചനം ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ മുതലെടുപ്പിന് ദൈവത്തിന് സ്തോത്രം തന്ത്രങ്ങൾ മെനയുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ശാസിക്കുകയാണ്. അധികാരമുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പുണ്യാഹ രക്തത്താൽ ആ പൈശാചിക മണ്ഡലങ്ങളെ ഞങ്ങൾ നിർവീര്യമാക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. യോബിന്റെ ഭാര്യ അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണമുണ്ട്. പിശാചിന്റെ വഞ്ചനയ്ക്കകത്ത് അവൾ വീണു. ഒന്നാം അധ്യായത്തെ 6-ാമത്തെ വാക്യം വായിച്ചു. 1-ാം അധ്യായം. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1:6 1:16. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന് ദൈവത്തിന്റെ തീ ആകാശത്തുനിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. എല്ലാവരും എൻ്റെ മുഖത്തോട് നോക്കി. 7000 ആട്, 3000 ഒട്ടകം, 500 പറ കാള, 500 പെൺ കഴുത, 7 3 10 മക്കൾ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് വരണേ. അതിൽ 7000 ആടിന്റെ കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നേ. ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് വീണു കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. എല്ലാവരും എൻ്റെ മുഖത്തോട് നോക്കി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. തീ ഇട്ടതാരാ? നോ 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 അതാ ഞാൻ നീ പറഞ്ഞു വരുന്നേ. തീ ഇട്ടതാരാ? ദൈവമല്ല. ദൈവം ഇയ്യോബിന്റെ ജീവനെ എടുക്കരുത്, മറ്റെന്തും ചെയ്തോളാൻ അവൻ അനുവാദം കൊടുത്തു. മാർഗം എന്ത് സ്വീകരിക്കണമെന്നുള്ളത് അവനാ തീരുമാനിച്ചത്. ആര്? ഒന്ന് സ്തോത്രം പറഞ്ഞേ. പിശാച്. ഇപ്പൊ ദൈവമല്ല എന്ത് ഇട്ടത്? ഒന്ന് സ്തോത്രം ചെയ്ത് വന്നേ. തീ ഇട്ടത്. പിന്നെ ആരാ തീ ഇട്ടത്? ദുഷ്ട പിശാച്. എന്നിട്ട് ഈ വേലക്കാരൻ വന്ന് പറയുക, കാട്ടുതീയല്ല എന്ന് പറഞ്ഞേ, യാദൃച്ഛികമായി വന്ന തീയും അല്ല, ദൈവത്തിൻ്റെ തീയ. അത് ആകാശത്തു നിന്ന് വീണ് കത്തി 7000 ഉരിയാടാൻ മൃഗങ്ങൾ, 7000 ആടുകൾ വെണ്ണീറായിപ്പോയി. അതിൻ്റെ വേലക്കാരും ദഹിച്ചു. ഞാൻ ഇത് നിന്നോട് പറയാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നിരിക്കുക. ഇവനോട് ആരാ പറഞ്ഞേ ഇത് ദൈവമാ തീയിട്ടെന്ന്? ഒന്നൊന്ന് സ്തോത്രം ചെയ്തേ. ഇവനെ കൊണ്ടത് പറയിപ്പിച്ചത് ദുഷ്ടപിശാച. ഇവന്റെ മനസ്സിനകത്ത് അങ്ങനെ ചിന്ത കൊടുത്തത് ദുഷ്ടപിശാച. കാരണം ദൈവം എത്ര ക്രൂരനാണെന്നാണ് അതിലൂടെ ഇയ്യോബിന്റെ മുമ്പിൽ, ഇയ്യോബിന്റെ ഭാര്യയുടെ മുമ്പിൽ പിശാച് വരുത്താൻ ശ്രമിക്കുന്നത്. അപ്പം നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇയ്യോബിന്റെ ഭാര്യ ചോദിക്കാൻ കാരണം എന്ത് കൊടും ക്രൂരതയാ. എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? എന്ത് കൊടും ക്രൂരതയായി ദൈവം നമ്മോട് ചെയ്തത്. പിശാച് ഇതെല്ലാം ചെയ്തിട്ട് ദൈവമാണിതെല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കുകയാണ്. എന്തിനാണ് അങ്ങനെ വരുത്തി തീർക്കുന്നത്? ആ പ്രതിസന്ധിയെ മുതലെടുത്ത് ഇയ്യോബിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിക്കാനാണെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ ഭക്തിയെ തകർത്ത് കളയാൻ, നമ്മുടെ ആത്മീക ജീവിതത്തെ ഇല്ലായ്മയാക്കാൻ, നാമും നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തെ വിച്ഛേദിച്ചു കളയാൻ ഇന്ന് പകൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ അതിന്മേൽ ജയം ഏറ്റെടുക്കാൻ കൃപ തരണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ
മക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ കൽപ്പിക്കുന്നു, ജീവിതത്തിലെ പ്രതിസന്ധികൾ, ആത്മീക ജീവിതത്തെ തകർത്ത് കളയാൻ ദുഷ്ടപിശാച് മുതലെടുക്കുന്ന ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ അതിന്മേൽ ജയം വെളിപ്പെടട്ടെ. അല്പം കൂടെ ആഴത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. പിശാച് പരീക്ഷകനാ, മുതലെടുപ്പിന് പരിശ്രമിക്കുന്നവനാ. 8-ാം അധ്യായം, എൻ്റെ ഹൃദയം തകർത്തൊരു വാചകമാണ്. 8-ാം അധ്യായം എടുത്ത് 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 8-ാം അധ്യായം. നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ, നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾ കേൾപ്പിച്ചു കളഞ്ഞു. പ്ലീസ് അല്പം സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കണേ. 10 ഡെഡ് ബോഡി കണ്ട് മനസ്സ് മരവിച്ചിരിക്കുന്നു ഒരപ്പനോട്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു. ആ ഭക്തനോട് ആരാ പറയുന്നറിയാവോ? യോബിന്റെ സ്നേഹിതന്മാരാ. പിന്നീട് പറയാതെ അവരെന്താ പറയുന്നേ? നിന്റെ മക്കളെ അവരെ ആരാ കൊന്നെന്നറിയാവോ? ഒന്ന് സ്തോത്രം ചെയ്തതിനോട് വന്നേ. അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ദൈവം അവരെ കൊന്നുകളഞ്ഞു. എന്താ കൊന്നുകളയാൻ കാരണം എന്നറിയാവോ? അവര് പാപികളാ. അവരുടെ അതിക്രമം നിമിത്തം ദൈവം അവരെ കൊന്നതാ. നിറകണ്ണുകളോടെ ഞാൻ സ്തോത്രം ചെയ്ത് പറഞ്ഞോട്ടെ. ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ ഭക്തിയെ അളക്കാനോ അവരുടെ ആത്മീകതയെ വിമർശിക്കാനോ വചനം നമുക്ക് അനുവാദം തരുന്നില്ല. എല്ലാവരോടും അനുകമ്പയോടും ആർദ്രതയോടും ഇടപെടാൻ എനിക്ക് കൃപ തരണമെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാവരോടും അനുകമ്പയുള്ളവരായിരിക്കുക. ഞാനൊരു പ്രത്യേക വിഷയത്തിലേക്ക് ഇന്ന് പകൽ വരികയാണ്. ആരായി പറയുന്നേ? ഹലോ, ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. ആരായി പറയുന്നേ? ഇയ്യോബിന്റെ സ്നേഹിതന്മാർ. എന്താ പറയുന്നേ? നിന്റെ മക്കളെ കൊന്നുകളഞ്ഞത് ആരാ? ദൈവം. എന്തുകൊണ്ട് കൊന്നുകളഞ്ഞു? അവരുടെ അതിക്രമങ്ങൾ നിമിത്തം, പാപം നിമിത്തം. ഞാൻ പലപ്പോഴും ചിന്തിക്കണം, ദൈവമേ, ഇയ്യോബിന്റെ മക്കളെ പോലെ നല്ല മക്കൾ വേദോസ്തത്തിൽ വേറെ ആരാ ഉള്ളേ? ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു വരണേ. എനിക്ക് ഇയ്യോബിന്റെ മക്കളെ ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും പെരുത്ത സന്തോഷം എന്താണെന്നറിയാമോ? ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്നവരവർ. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ്, ആമേൻ പോരാ, കര ഉയർത്തിട്ട് നല്ല ആമേനെന്ന് പറയണം. എന്താ ബന്ധങ്ങൾക്ക്? എല്ലാ സഹോദരന്മാരും അവരുടെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ സഹോദരിമാരെ കൂടെ ആളയച്ച് വിളിപ്പിക്കും, അല്ലേ? ബന്ധങ്ങൾക്ക് അവർ വില കൽപ്പിച്ചു. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയുമ്പോൾ എന്നോട് പിണങ്ങരുതേ. ബന്ധങ്ങൾ ഭൂമിയിലേ ഉള്ളൂ, സ്വർഗത്തിലില്ല. എന്നോട് പിണക്കമല്ലെന്ന് തോന്നുന്നു. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ 2 പെൺമക്കൾ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, അയ്യോ അവരെ കാണുമ്പോൾ എനിക്കൊരു പെരുത്ത സന്തോഷം. അയ്യോ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. അങ്ങനെ വന്നാലേ സ്വർഗം ഓരോ തുരുത്തായിട്ട് മാറും, അല്ലേ? ഓരോരോ കൊച്ചു തുരുത്തായിട്ട് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മായിപ്പൻ, എൻ്റെ അമ്മായിമ്മ, അങ്ങനെ കൊച്ചു 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 തുരുത്തായിട്ട് മാറും. സ്വർഗത്തിൽ അങ്ങനെ ഇല്ല. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു വിചാരങ്ങൾ നമുക്കില്ല. നമ്മുടെ ജഡശരീരത്തിൽ എത്ര ഇരുന്ന് ചിന്തിച്ചാലും അത് പിടികിട്ടില്ല. അത് മറ്റൊന്നാണ്. ആത്മലോകം വേറൊന്നാണ്. ബന്ധങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം,
ഒന്ന് സ്വോത്രം പറഞ്ഞേ. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം, ജീവിതത്തിൽ ബന്ധങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. കണ്ണടയുന്നിടം വരെ മാത്രമേ ബന്ധങ്ങളുള്ളൂ. ദൈവം തന്ന ആയുസ് വരെ മാത്രമേ ബന്ധങ്ങളുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറ, കർത്താവേ, അങ്ങനെക്ക് തന്ന ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. സഹിക്കാൻ, ക്ഷമിക്കാൻ, ചേർത്ത് പിടിക്കാൻ, ഉൾക്കൊള്ളാൻ, പൊറുക്കാൻ, എന്ത് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിലും ചെയ്യാൻ എനിക്കൊരു കൃപ തരണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കരമടിച്ച് നിമിഷം ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. കർത്താവേ, ബന്ധങ്ങൾ നിലനിർത്താനുള്ള ദൈവ കൃപ എനിക്ക് തരണമേ. ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്ന കുടുംബം, മക്കൾ. ഇനി 2, സുഖലോലുപതയുടെ മടിത്തട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളല്ലേ, അല്ലേ? പുറമെ നല്ല പിള്ളേരാ. ഇനി അവരുടെ അകത്ത് അഹങ്കാരത്തിൻ്റെ ഒരു കണുകയെങ്ങാനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഇയ്യോബ് ആളയച്ച് അവരെ വരുത്തി അവരെ ശുദ്ധീകരിക്കുമായിരുന്നു. അവർക്ക് വേണ്ടി യാഗമർപ്പിക്കുമായിരുന്നു. മക്കളുടെ ആത്മീകതയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നൊരപ്പൻ മക്കൾ ദൈവഭക്തരായിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച, അവർക്ക് വേണ്ടി യാഗം കഴിച്ച് അവരെ വിളിച്ച് ശുദ്ധീകരിച്ച മക്കളുടെ ആത്മീകതയെ പ്രാധാന്യതയോടെ കണ്ടിരുന്ന ഇയ്യോബിനോട് പറയുകയാണ്, നിന്റെ മക്കൾ പാപികളായിരുന്നു, നിന്റെ മക്കൾ അതിക്രമം ചെയ്തു, അതുകൊണ്ട് ദൈവം അവരെ കൊന്നുകളഞ്ഞു. എത്ര കഠിനമായ വാക്കുകളാ പറയും. ആരാ പറഞ്ഞ്? ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞ്. സ്നേഹിതന്മാരാ. ഞാൻ പറയാൻ പറയുന്നത്, അവരെ കുറ്റം പറയരുത്. അവരിങ്ങനെ പറയേണ്ടവരല്ല, അവരിങ്ങനെ പറയാൻ വന്നതുമല്ല. എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്ത് വന്നേ. അവർ നല്ല മനുഷ്യരായിരുന്നു. അവരെങ്ങനെയുള്ളവരായിരുന്നു നോക്കാം. 2-ാം അധ്യായം എടുത്തേ. 2-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെ. യേശുവിന്റെ നാമത്തിൽ. അനന്തരം തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. അടുത്തത്, അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞും വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി അവന്റെ വ്യസനം അതികഠിനമാണെന്നും കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോട് കൂടെ നിലത്തിരുന്നു. ഹല്ലേലൂയ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന സ്നേഹിതന്മാരാ ഇവർ തമ്മിൽ പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ഇയ്യോബുണ്ടല്ലോ, വയ്യാതിരിക്കാൻ നമുക്കൊന്ന് കാണാം. 3 അവരെല്ലാവരും കൂടി ഇയ്യോബിനെ കാണാൻ വരുമ്പോൾ അവർ ദൂരത്ത് നിന്ന് ഇയ്യോബിനെ കണ്ടു. എന്തിനാ ഇയ്യോബിൻ്റെ അടുത്ത് വരുന്നത്? സഹതപിപ്പാനും. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ? അവനെ ആശ്വസിപ്പിക്കാനും. ഇപ്പം നല്ല സ്നേഹിതന്മാരാ. അവർക്ക് ഇയ്യോബിനോടുള്ള സ്നേഹം കൊണ്ട് ദൂരെ നിന്ന് കണ്ടപ്പോൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കഠിനമായി ഇയ്യോബിൻ്റെ സ്ഥിതി. എന്നിട്ട് അവർ വസ്ത്രം കീറി പൊടി മേൽപോട്ട് വാരി എറിഞ്ഞു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, 7 ദിവസം ഒരു അക്ഷരം ഉരിയാടാതെ കുത്തിയിരുന്നു. എൻ്റെ പൊന്നു പാസ്റ്റർ, 7 ദിവസം വെള്ളം കുടിക്കാതിരിക്കുക ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ്. പക്ഷെ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞത് നടക്കുന്ന കാര്യമാണോ? 7 രാപകൽ ഒരക്ഷരം മുരിയാടാതെ അവർ ഇയ്യോബിൻ്റെ അടുക്കൽ കുത്തിയിരുന്നു. അത്ര നല്ല മനുഷ്യരാ അവര്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു വരുന്നുണ്ടല്ലോ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇയ്യോബിനോട് ഒരുമിച്ച് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിക്കാനും അവൻ്റെ ആ വേദനയിൽ അവനോട് ഒരുമിച്ച് സമയം ചിലവഴിക്കാനും വന്ന ആ നല്ല സ്നേഹിതന്മാരെ ദുഷ്ടപിശാച് ഇയ്യോബിനെതിരാക്കി മാറ്റി. ഒരു കാരണവശാലും അവരിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ഇയ്യോബിനെ മാനസികമായി
പിശാച് തകർക്കാൻ പദ്ധതിയിട്ടോ, ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു, പിശാചാണ് ബന്ധങ്ങളെ തകർക്കുന്നത്. ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴ്ത്തുന്നത് ദുഷ്ട പിശാചാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ പകൽ ബന്ധങ്ങളെ തകർക്കുന്ന, അത് ദൈവവുമായുള്ള ബന്ധമാണെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിലും ബന്ധങ്ങളെ തകർക്കാൻ വെല്ലുവിളിക്കുന്ന, ആമേൻ, ബന്ധങ്ങളെ തകർക്കാൻ ദൈവത്തിന് സ്തോത്രം പദ്ധതികൾ തയ്യാറാക്കുന്ന പൈശാചിക പോരുകളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ശാസിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അധരങ്ങൾ തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന പൈശാചിക പദ്ധതികൾ ഈ പകൽ അഴിയട്ടെ. ഞാൻ അല്പം കൂടെ ആഴത്തിൽ അത് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. ദൈവം തന്ന ബന്ധങ്ങൾ തകർക്കാൻ ദുഷ്ടനെ അനുവദിക്കരുത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറഞ്ഞ് ആ ബന്ധങ്ങളെ വിച്ഛേദിക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കൃപ ലഭിച്ചവർ ആധാരം തുറന്ന ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറ, ആ പോരുകളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചകറ്റുകയാണ്. പത്തൊൻപതാം അധ്യായം എടുത്ത് 19 അധ്യായം 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. യോബിന്റെ പുസ്തകം 19 അധ്യായം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. അവർ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു, എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി. എല്ലാവരും എൻ്റെ മുഖത്തോട് നോക്കണേ. എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു, എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി. ഈ യോബ് ആരാണെന്ന് അറിയാവോ? എൻ്റെ മുഖത്തോട് നോക്കാൻ ഞാൻ പറയാവേ. യോബ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സഖ്യത്വം എനിക്കുണ്ടായിരുന്നു. എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റുമിരുന്ന പണ്ടത്തെ കാലം ഞാൻ ഓർക്കുന്നു. അന്ന് എങ്ങനെയായിരുന്നു? അന്ന് ഞാൻ വെണ്ണ കൊണ്ട് എൻ്റെ കാല് കഴുകി. എങ്ങനെ? നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലും ചൂടുവെള്ളത്തിലൊക്കെ കാല് കഴുകുന്നവരാ അല്ലേ? ചില ത്വക്ക് രോഗങ്ങൾക്ക് ആയുർവേദ വൈദ്യന്മാർ പറയാറുണ്ട് കാടിവെള്ളത്തിൽ കാല് കഴുകാൻ. പക്ഷെ യോബ് വെണ്ണ കൊണ്ട് കാല് കഴുകി. ആ മനുഷ്യൻ ആരാണെന്ന് ഓർത്ത്. 2, പാറ തൈല നദികളെ എനിക്ക് ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ ഒഴുക്കി തന്നു. പട്ടണത്തിൽ വിശാല സ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പിടം കൊണ്ട് വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഓടി ഒളിച്ചു. അപ്പൊ അവിടുത്തെ ഒരു ന്യായാധിപനായിരുന്നു. ആര് ഒന്ന് സ്തോത്രം പറഞ്ഞേ. അയ്യോ, പട്ടണത്തിൽ വിശാല സ്ഥലത്ത് തൻ്റെ ഇരിപ്പിടം കൊണ്ട് വയ്ക്കുമ്പോൾ യൗവനക്കാർ അദ്ദേഹത്തെ കണ്ടിട്ട് ആ മനുഷ്യന്റെ നീതിബോധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രാപ്തിയില്ലാതെ ഓടി ഒളിക്കുമായിരുന്നു. 2, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാപൊത്തും. ഒന്ന് ഓർത്ത് നോക്കി, ഒന്ന് സ്തോത്രം പറഞ്ഞേ. ആരാ? വെണ്ണ കൊണ്ട് കാല് കഴുകിയ, പാറ തൈല നദികളെ ഒഴുക്കിക്കൊടുത്ത, പട്ടണത്തിൽ വിശാല സ്ഥലത്ത് ഇരിപ്പിടം കൊണ്ട് വയ്ക്കുമ്പോൾ യൗവനക്കാർ ഓടി ഒളിച്ച, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാപൊത്തിയ അത്ര സമാധരണീയനായൊരു വ്യക്തി പ്രഭാവമാണ് യോബ്. ആ മനുഷ്യനാ ഇപ്പൊ പറയുന്നതേ. നീ തുടർന്നുള്ള ഭാഗങ്ങൾ കേട്ടോണേ. എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റി. അടുത്ത വായിച്ചോ. എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. എൻ്റെ ബന്ധുജനം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് എന്നോട് വരണം. പണ്ട് ആ വെണ്ണ കൊണ്ട് കാല് കഴുകുന്ന സമയത്ത്, പാറ തൈല നദികളെ ഒഴുക്കി കൊടുക്കുന്ന സമയത്ത്, ന്യായാധിപനായി ഇരിക്കുന്ന സമയത്ത് അകന്ന ബന്ധുക്കൾ പോലും പറഞ്ഞിരുന്ന ഞങ്ങളെ അടുത്ത ആളാണ്.
അല്ലേ? പക്ഷെ ഇപ്പൊ പറഞ്ഞു കേട്ടോ, എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി, എൻ്റെ ഒറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. ഞാൻ അവർക്ക് പരദേശിയായി. എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും അവരെന്നെ കണ്ടിട്ടേ ഇല്ല. ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. എവിടെ നിന്നോ, എൻ്റെ ഇടുക്കിയിലെ ഭാഷ പറഞ്ഞോട്ടെ, വലിഞ്ഞു കയറി വന്നവനെ പോലെ, അല്ലെ? അങ്ങനെ ഒരു ഭാഷയുണ്ട് അല്ലേ? എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവനെ പോലെ അവർക്കിപ്പോ ഞാനായി. അടുത്തത്, ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു. അയ്യോ, ഒന്ന് സ്തോത്രം, നിറ കണ്ണുകളോടെ, ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല. എന്റെ വായ് കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. വീട്ടിലെ വേലക്കാരനെ ഞാൻ അവനെ വിളിച്ചു, അവൻ വിളി കേൾക്കാഞ്ഞിട്ടല്ല, ഒന്ന് സ്തോത്രം പറ, കേട്ടിട്ടും കേൾക്കാത്തത് പോലെ നടിക്കുക. ഹലോ, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച മനുഷ്യനാ. യൗവനക്കാർ ഇദ്ദേഹത്തെ കണ്ടിട്ട് ഓടി ഒളിച്ചതാ. പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാ പൊത്തിയതാ. ഇപ്പം എടാ കുഞ്ഞെ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം താടാ എന്നവനോട് കെഞ്ചേണ്ടി വരികയാണ്. വിളിച്ചിട്ടും അവൻ വിളി കേൾക്കാത്തവനെ പോലെ നടിക്കുകയാണ്. ഞാനൊരു കാര്യം അവിടെ സ്തോത്രം ചെയ്ത് പറയാം കേട്ടോ. ഇവരെല്ലാം ഇതുപോലെ ചിന്തിക്കാൻ കാര്യം എന്നറിയാമോ? ഇയ്യോബ് എങ്ങനെങ്കിലും ഒരു രോഗശാന്തി നേടി തിരിച്ചു വന്നാൽ, അല്ലേ, ഇവൻ്റെ മുഖം ഞങ്ങൾ അന്ന് കാണേണ്ടി വരുമല്ലോ എന്ന് നേരിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഇവരാരും ഇങ്ങനെ ചെയ്യലായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഇതുപോലെ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം എന്താണെന്നറിയോ? തീർന്നു, ഇങ്ങേർക്കൊരു മടങ്ങി വരവേ ഇല്ല. ഇയ്യോബ് പോലും അങ്ങനെ ചിന്തിച്ചത്. ഇയ്യോബിന്റെ പുസ്തകം 17 ഇയ്യോബ് പറയുന്നുണ്ട്, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു, പാതാളത്തെ ഞാൻ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇയ്യോബും വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ തീർന്നെന്ന് ചിന്തിച്ചതാ. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ ഇരുമ്പ് തൂണ് പോലെ, താമ്ര മതില് പോലെ തമ്പുരാന് വേണ്ടി നിന്ന ഭക്ത, നീ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി കാണണമെന്ന് ദൈവത്തിന് തിരുഹിതമുണ്ടെങ്കിൽ, നിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, പ്രതീക്ഷകൾക്കപ്പുറത്ത്, ബന്ധുക്കളുടെ, വീട്ടുകാരുടെ, നാട്ടുകാരുടെ ഒക്കെ ചിന്തകൾക്ക്, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് നിന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കാനും നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നിനക്ക് തരാനും എന്റെ ദൈവം വിശ്വസ്തനാണ്. അതരങ്ങൾ തുറന്ന് സ്തോത്രം പറയാൻ ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ഒരു ദൂതനോട് ഇങ്ങനെ പറയുന്നു, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, എൻ്റെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചു, മനുഷ്യരെ എൻ്റെ തലയിൽ കയറി. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറ. ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. പക്ഷെ അടുത്ത പദം സ്തോത്രം ചെയ്ത് പറയണം. എങ്കിലും 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 നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മടങ്ങി വരവൻ അവസരമില്ലാത്തതുപോലെ ദൈവത്തിന് സ്തോത്രം. പരിതാപകരമായി തകർക്കപ്പെട്ടതാണ്, എല്ലാം തീർന്നെന്ന് ചിന്തിച്ചതാണ്. എങ്കിലും നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് മകൾ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, അവസാനിച്ചിട്ടില്ല, തകർന്നെന്ന് പറയരുത്. ഇനി കരകയറാൻ കഴിയില്ല, ഇനി മടങ്ങി വരവൻ അവസരമില്ല എന്ന് ഇന്ന് മകൾ നീ പറയരുത്. ഭയങ്കരവും അതിശയകരവുമായി നീ ചിന്തിക്കാത്ത വഴികളിലൂടെ, നീ പ്രതീക്ഷിക്കാത്ത മുഖാന്തരങ്ങളിലൂടെ ദൈവം ചിലത് ചെയ്യുമെന്ന് ദൈവാത്മാവ് ഉറപ്പു തരുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ചിലരോട് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെടണ്ട. ഒരാമേനൊന്ന് പറയാവോ? കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു ഇയ്യോബിന്, എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ സ്വന്തമെന്ന് പറയാൻ ഒരു ഓട്ട് കഷണം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ.
യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഓട്ടുകഷണം മാത്രമായി. പക്ഷേ ഒരു ഓട്ടുകഷണം മാത്രമുണ്ടായിരുന്നവനെ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയുള്ളവനാക്കി എൻ്റെ ദൈവം മാറ്റിയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട. നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചമായ ചില തലത്തിലേക്ക് നിങ്ങളെ എടുത്തെറിയാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇന്ന് മകൾ ദൈവാലോചന വിളിച്ചു പറയുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് എന്നോട് പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോണി പദം, ഉള്ളത് പോകാനും ഇല്ലായ്മയെ പരിഹരിക്കാനും അധികം സമയം വേണ്ട. വേദനയോടെ ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നിറയെ ഇലയുള്ളൊരു പച്ച അത്തിമരത്തെ കണ്ടു. ഫലം അന്വേഷിച്ച് ചെന്നു. ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞ് ഫലം കാണായികയാൽ അതിനെ ശപിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞ് ശിഷ്യന്മാർ അതുവഴി പോയപ്പോൾ കണ്ടു ആ അത്തി വേര് സഹിതം ഉണങ്ങിപ്പോയി. 24 മണിക്കൂർ മതി ഒരു പച്ച അത്തി വേര് സഹിതം ഉണങ്ങാൻ. എന്നാൽ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അഭിഷക്തനെതിരെ ജനം പുറപുറത്തപ്പോൾ ദൈവം പറഞ്ഞു, ഓരോ ഗോത്രക്കാരനും ഓരോ വടി കൊണ്ടുവരാൻ പറഞ്ഞു. 12 ഗോത്രങ്ങൾ ഓരോ വടിയുമായി വന്നു. വടി 12 കർത്തൃസന്നിധിയിൽ വെക്കാൻ പറഞ്ഞു. ലേവ്യ ഗോത്രത്തിൻ്റെ വടിയിൽ അഹരോൻ്റെ പേരെഴുതാൻ പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞു. വടി ഓരോന്നും പുറത്തെടുത്തപ്പോൾ 11 വടി വച്ചതുപോലെ ഇരിപ്പുണ്ട്. എന്നാൽ അഹരോൻ്റെ പേരെഴുതിയ ലേവി ഗോത്രക്കാരൻ്റെ വടി അത് തളിർത്തു, അത് പൂത്തു, അതിൻ്റെ അകത്ത് ബദാം ഫലം കായ്ച്ചു. 24 മണിക്കൂർ കൊണ്ട് ഒരു പച്ച അത്തിയെ വേര് സഹിതം ഉണക്കിക്കാനും 24 മണിക്കൂർ കൊണ്ട് ഒരു വെറും വടിയെ തളിർപ്പിക്കാനും പൂപിടിപ്പിക്കാനും അതിൽ ബദാം ഫലം കായ്പിക്കാനും ദൈവത്തെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലവും ധാരാളം അനുഭവിക്കാൻ അവസരം തരുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രമെന്ന് നിറകണ്ണുകളോടെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ചിലരോട് ഇടപെടുന്നു. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെടണ്ട. ചിലതിനെ തിരിച്ചു വിളിക്കാൻ, ചിലതിനെ മടക്കി വരുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്, നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചമായ തലത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. ഇപ്പൊ ഞാൻ പറയാൻ വന്നത്, മറക്കരുത്, ബന്ധങ്ങളെ പിശാച് തകർത്ത് കളഞ്ഞു. അവിടെ ഒരു പദമുണ്ട്, നിങ്ങളിപ്പോൾ വായിക്കാൻ, പിള്ളാരും എന്നെ പരിഹസിക്കുന്നു. ഒന്ന് സ്വോത്രം പറഞ്ഞ് നിങ്ങൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? പിള്ളാരും എന്നെ, ആരായിരുന്നു ഈ മനുഷ്യൻ? അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷം നിങ്ങൾ കണ്ടി. ഒന്ന് സ്വോത്രം പറഞ്ഞു വന്നേ. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച, യൗവനക്കാർ ഓടി ഒളിച്ച, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാപൊത്തിയ മനുഷ്യൻ സ്വന്തം വേലക്കാരൻ പോലും തട്ടുകയാണ്. പിള്ളാര് പോലും കളിയാക്കിയാൽ എല്ലാവരെയും ഇയ്യോബിനെ എതിരാക്കി പിശാച് മാറ്റി. എന്തായിരുന്നു പിശാചിന്റെ ലക്ഷ്യം? ആ പ്രതിസന്ധിയെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഇയ്യോബിനെ തകർത്ത് കളയാൻ പിശാച് മുതലെടുപ്പിന് ശ്രമിക്കുകയായിരുന്നു. കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ദുഷ്ട പിശാച് മുതലെടുപ്പിന് പരിശ്രമിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി പോലും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ ഇടവരരുത്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഞാൻ ഈ ഭാഗത്തേക്ക് ഒന്ന് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഇപ്പൊ പൗലോസിനെ ആശങ്കാകുലനാക്കിയ കാര്യം അവിടെ പറയുന്നു. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു. ഹലോ, ഇപ്പൊ സാത്താൻ ഈ പ്രതിസന്ധിയെ മുതലെടുക്കാൻ പരിശ്രമിക്കും. അങ്ങനെ അവൻ മുതലെടുപ്പ് നടത്തി. ഹലോ, ഇവർ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോകുമോ എന്നൊരാശങ്ക ആർക്കുണ്ടായി? പൗലോസിനുണ്ടായി. ഈ ആശങ്ക നിമിത്തം എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാത്തൊരു കാര്യം അവിടെ ഉണ്ട്.
ഈ ആശങ്ക നിമിത്തം ഒന്നല്ല 2 പ്രാവശ്യം താനായിരിക്കുന്ന കൊരിന്തിൽ നിന്ന് തെസ്സലോനിക്കയിൽ എത്താൻ പൗലോസ് ആഗ്രഹിച്ചു. പക്ഷെ ആ യാത്രയെ സാത്താൻ തടഞ്ഞു. ഒന്ന് വായിച്ചേ, 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. എല്ലാവരും കരം ഉയർത്തിയിട്ട് നല്ല ആമേൻ എന്ന് പറഞ്ഞ്. ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ വിചാരിച്ചു, പക്ഷെ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. അത് വേറൊരു വിഷയം, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ പൗലോസിന് അവിടെ പോകാൻ കഴിയാതെ വന്നപ്പോ അദ്ദേഹം വേറൊരു കാര്യം ചെയ്തു. 2-ാമത്തെ വാക്യം വായിച്ചേ. 2-ാമത്തെ വാക്യം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമത്യോസിനെ അയച്ചു. ഞാൻ അതിലേക്ക് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് എന്നോട് വരണം. വേദവസ്തു എനിക്ക് ഇത്ര ഇഷ്ടമുള്ളതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇതൊരു ഐതിഹ്യമല്ല, ഇതൊരു അനുമാനമല്ല, ഇതാരെങ്കിലും തോന്നലുകൾ എഴുതി വച്ചിരിക്കുന്നതല്ല. ഓരോ ലേഖനം എഴുതുമ്പോഴും ഓരോ വാക്കുകൾ എഴുതുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇത്ര ചരിത്ര പശ്ചാത്തലമുള്ള ഭൂമിശാസ്ത്രപരമായി ശരിയായ സത്യസന്ധമായ ദൈവവചനം നമ്മുടെ കരത്തിലെടുക്കാൻ, അധരം കൊണ്ട് പ്രസംഗിക്കാൻ, ഇത് വിശ്വസിക്കാൻ ദൈവം കൃപ തന്നതുകൊണ്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ് പോകാൻ ആഗ്രഹിച്ചു, പക്ഷെ ആ യാത്ര നടന്നില്ല. പകരം പൗലോസ് തിമത്യോസിനെ അയച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. 3-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. 2-ാമത്തെ വാക്യം. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമത്യോസിനെ അയച്ചു. ഇനി എനിക്ക് ഏറ്റവും പെരുത്ത സന്തോഷമുള്ള കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തിമത്യോസ് ഒരു നല്ല ഗുഡ് ന്യൂസുമായിട്ടാണ് വന്നത്. ഒന്ന് സ്തോത്രം ചെയ്തേ. പൗലോസ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കും. ദൈവമേ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ? പിശാച് മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്, പരീക്ഷകരവരെ കീഴ്പ്പെടുത്തുവോ എന്നോർത്ത് പൗലോസ് ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു നല്ല ഗുഡ് ന്യൂസുമായിട്ട് ആ തിമത്യോസ് വരുന്നത്. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആമേൻ. ഇപ്പോഴോ തിമത്യോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിക്കൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് ശബ്ദം ഉയർത്തി നല്ല ആമേൻ എന്ന് പറഞ്ഞ്. ഇപ്പോഴോ തിമത്യോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെ പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് കൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് ഞങ്ങളോട് സദർത്തമാനം അറിയിച്ച കാരണത്താൽ 7-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ച 8-ാമത്തെ വാക്യം. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ആ കരമുയർത്തി നല്ല ആമേനെന്ന് ശബ്ദമുയർത്തി പറയാം. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ഉപദ്രവങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പീഡകളുണ്ട്, ദുഷ്ടപിശാച പ്രതിസന്ധികൾ മുതലെടുപ്പിനായി ദൈവത്തിന് സ്തോത്രം വിനിയോഗിക്കാൻ പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ പിശാച്
പിശാചിനോ ഉപദ്രവങ്ങൾക്കോ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റാൻ സാധിക്കില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. ഭാരത സഭയോട് ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ സ്തോത്രം ചെയ്തു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഉപദ്രവങ്ങൾക്ക്, പോരാട്ടങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, പീഡകൾക്ക്, ഭരണാധികാരികൾക്ക് ദൈവത്തിന് സ്തോത്രം. ദുഷ്ടപിശാചിന് ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ മക്കളെ ആ ദൈവിക പദ്ധതിയിൽ നിന്ന്, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ സാധ്യമല്ല. ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ അക്കരമടിച്ച് അല്പനിമിഷം അന്യഭാഷയിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറയാ. Glory, 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 glory. എന്റെ ഹൃദയം നന്ദിയാൽ ദൈവസന്നിധിയിൽ പിടച്ച് വികസിക്കുന്നു. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്തു പറഞ്ഞ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ആപത്തോ വാളോ നഗ്നതയോ പട്ടിണിയോ ഉയരത്തിനോ ആഴത്തിനോ നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ സാധ്യമല്ല. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്തെന്ന് പറ. ഹാമാന്റെ ഭാര്യ സേരഷും അവന്റെ ഭൃത്യന്മാരും അവനോട് പറഞ്ഞതുപോലെ മൊർദെഖായി ഒരു യഹൂദ്യ വംശക്കാരനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. ദുഷ്ടപിശാചേ, നിന്റെ ഒരു പരിശ്രമങ്ങൾക്കും നിന്റെ ഒരു പദ്ധതികൾക്കും ദൈവത്തിന് സ്തോത്രം ഞാനും എന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കൃപ ലഭിച്ചവർ ഒരുമിച്ച് ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്ന് പകൽ നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽ നമ്മെ ഉറപ്പിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽ നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമുക്ക് കൈമാറി. എത്ര പേർക്ക് ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പോരാട്ടങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ എന്നെ ജയകരമായി നടത്താൻ എന്റെ ദൈവ ശക്തനാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ ചിലരോട് പറയുന്നു, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. ഹല്ലേലൂയ. പരിവെള്ളം നിന്റെ തലയ്ക്ക് മീതെ കവിയുകയില്ല. നിന്നെ ജയകരമായി നടത്തുന്ന, നിന്നെ അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പകരുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആത്മാവ് നിയോഗം തരുന്ന ദൈവമക്കൾ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ കൊയറൊരു ഗാനം ചേർന്ന് പാടും. ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്ത് പാടിയ ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും അധരങ്ങൾ തുറന്ന് ദൈവത്തിന്